ഓക്കെ, നമ്മളുടെ വേലിയിലിരിക്കുന്ന സംഗീച്ചാപ്പ ഏണി വെച്ച് പിടിക്കുന്ന പരിപാടിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ലോകം മുഴുവൻ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ. ആ സിനിമയെക്കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ തപ്പിപ്പിടിച്ച് എൻ്റേതായ രീതിയിൽ ഒന്ന് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അത് ആദ്യമായിട്ട് പറയുന്നതൊന്നുമല്ല, മുന്നേയും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളും അതിൻ്റെ സിനിമാ നിരൂപണങ്ങളും കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് ഒന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ചില അൺപോപ്പുലറായിട്ടുള്ള ഒപ്പീനിയൻ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒറ്റവാക്കി പറഞ്ഞാൽ ഈ സിനിമ നിർബന്ധമായിട്ട് കാണേണ്ട സിനിമ തന്നെയാണ്. ആർക്ക് വേണേലും കാണാം, പക്ഷേ പ്രത്യേകം ഒരു കൂട്ടം ആളുകൾ ഇത് നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. അത് ആര്, എന്തുകൊണ്ട്, എങ്ങനെ എന്നൊക്കെ ഉള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ നമ്മളെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ ഈ ഒരു യാത്രയിൽ നമ്മളോടൊപ്പം നിങ്ങൾ കൂടുക. ചെറിയ മെമ്പർഷിപ്പ് ഓപ്ഷൻസൊക്കെ ഉള്ളത് ഉപയോഗിച്ചുകൊണ്ട് മെമ്പേഴ്സായിട്ട് കൂടിക്കൊണ്ട് ഇതൊരു ഒരു മൂവിങ് ക്യാരവനായിട്ട് ഇതിനൊന്ന് മാറ്റി ഈ ഐഡിയ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ, സംഘിച്ചാപ്പയൊന്നും ഭയക്കാത്ത ആളുകളായിട്ട് മാറുന്ന രീതിയിലേക്ക് കുറേ ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറേയും കൂടി സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾ നമ്മളോടൊപ്പം കൂടണമെന്ന് തന്നെ ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വേണ്ടതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ അതിലേക്ക് നമുക്ക് കടക്കാം. കേരള സ്റ്റോറി എന്ന സിനിമ പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അമർഷം തോന്നുന്ന ഒരു കാര്യം അതാദ്യമേ അങ്ങ് പറഞ്ഞേക്കാം. അത് ഈ 32,000 എന്ന് പറയുന്നൊരു നമ്പറാണ്. കാരണം ഈ ഒരു നമ്പറും ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായ ആ ഒരു പുകിലും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ സിനിമ ഏത് രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമയായിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ അതാണ് ആലോചിച്ചത്. ഈ ഒരു സംഗതി അല്ലാതെ ഈ സിനിമയിൽ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റ് സിനിമകളിലൊന്നും ഇല്ലാത്തതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വളരെ സ്പെഷ്യാലിറ്റി തോന്നുന്ന രീതിയിൽ എടുത്തു പറയേണ്ട ഒരു വിമർശനമോ അല്ലെങ്കിൽ പുകഴ്ത്തലോ രണ്ടും ആവശ്യമില്ലാത്തൊരു സിനിമയാണ്. പക്ഷേ ഇതിലൊരു വലിയ പ്രശ്നം എന്ന് നമുക്ക് പറയാവുന്നത് ഈ നമ്പർ തന്നെയാണ്. അതൊരു വലിയ കൊടിയ പ്രശ്നം തന്നെയാണ്, അതിലൊരു സംശയമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാരണമാണ്. ഒന്ന്, ദിസ് സിനിമ ഈസ് ബേസ്ഡ് ഓൺ സം ട്രൂ ഈവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വെക്കുന്നു. അപ്പോൾ ചില സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനമെന്ന് തുടക്കത്തിലേ പറയുന്നുണ്ടായിരുന്നു. അതുകൂടാതെ അത് തന്നെ അങ്ങ് പറഞ്ഞു വെക്കുകയല്ല, ഡോക്യുമെൻ്ററി ഒന്നുമല്ല. പക്ഷേ ചില സംഭവ വികാസങ്ങൾ, അതായത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് തുടക്കത്തിലേ പറഞ്ഞു വെക്കുന്നു. അതുകൂടാതെ ഇതിന് പേരിട്ടിരിക്കുന്നത് ദ കേരള സ്റ്റോറി എന്ന് വരുമ്പോൾ അതിനകത്തൊരു സ്ഥലം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു സ്പെഷ്യൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ അത് വസ്തുതാപരമാണോ അല്ലയോ എന്ന് ഉറപ്പാക്കുക എന്ന് പറയുന്ന കാര്യം. അവിടെ ഇതിൻ്റെ സംവിധായകൻ പിഴച്ചുപോയി എന്ന് തന്നെ നമുക്ക് പറയാം. അത് വലിയൊരു തെറ്റ് തന്നെയാണ്. അത് അദ്ദേഹം ആദ്യം അത് ഡിലീറ്റ് ചെയ്യുന്നു, പിന്നെ അത് ന്യായീകരിക്കുന്നു, അങ്ങനെ എന്തെല്ലാം കസറത്താണെന്ന് ചെയ്തതെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. വലിയ ഒരു അനാവശ്യമായ ചർച്ചകളിലേക്ക് കൊണ്ടുപോയി ഈ സിനിമ എന്ന് പറയുന്നത് കാണുന്നതിൽ നിന്നും ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. പ്രത്യേകിച്ച് ഇവർ കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ ഒരു ഗണമെന്ന് പറയുന്നത് ഒരു ഡ്രാമ മൂവി എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് ഇതിൻ്റെ ജോൺറ. പക്ഷേ നമുക്ക് ഇന്നിപ്പോൾ അത് പറഞ്ഞു കേൾക്കുന്നത് ഇതൊരു പ്രൊപ്പഗൻഡ മൂവി എന്നുള്ള രീതിയിലാണ്. രണ്ടും ഒരു മൂവിയുടെ തന്നെ വിഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം. പ്രൊപ്പഗൻഡ മൂവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശം കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശം കാര്യമാണ്. എന്നാൽ ആ മോശം കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ആളുകൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ സോവിയറ്റ് റഷ്യയൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കി പ്രൊപ്പഗൻഡ മൂവീസ് ഇറക്കി അവരുടെ ആശയങ്ങൾ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനും ആ ആശയം ആളുകളിലേക്ക് കുത്തിയിറക്കുന്നതിനും വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നിർമ്മിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മളെ ഹിറ്റ്ലറാണ്. അപ്പോൾ പ്രൊപ്പഗൻഡ മൂവി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, അത് കാലങ്ങളായിട്ട് നിൽക്കുന്നു. അത് മൂവിയുടെ ഒരു ഗണമായിട്ട് തന്നെ പരിഗണിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ്. അത് ഈ സിനിമാ മേഖലയുമായിട്ട് പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഈ സിനിമയും ഒരു ഡ്രാമ എന്ന് പറഞ്ഞ് ട്രൂ ഇവൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡ്രാമ എന്ന് പറഞ്ഞിറങ്ങിയ സിനിമ അവസാനം എത്തിപ്പെട്ടത് പ്രൊപ്പഗൻഡ മൂവിയിലാണ്. അത് എന്തായാലും അങ്ങനെ ഒരു അധപതനം ആണ് എന്നുണ്ടെങ്കിൽ അധപതനമാണ് എന്ന് തന്നെയാണ് ഞാനും പറയുക.
അത് എത്തിച്ചത് അതിൻ്റെ സംവിധായകൻ തന്നെയാണ്. അപ്പോൾ അതിന് ആദ്യമേ തന്നെ വലിയ ഒരു പ്രശ്നം അവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ ആണ് നമ്മളിനി അനലൈസ് ചെയ്യാൻ പോകുന്നത്. ആ സംഗതികൾ, ആ 32,000 അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ തെറ്റാണെന്ന് നമ്മൾ സമ്മതിക്കുകയും അത് ഇതിൻ്റെ സംവിധായകൻ പോലും അത് മനസ്സിലാക്കി അതിൽ നിന്നും തനിക്ക് കിട്ടിയ ചില കണക്കുകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്നതൊക്കെ നിങ്ങൾ കണ്ട സ്ഥിതിക്ക് നമ്മളതങ്ങ് മാറ്റി വെക്കുന്നു. ഇനി ബാക്കിയുള്ള അൺപോപ്പുലർ ആയിട്ടുള്ള ഒപ്പീനിയൻ, യഥാർത്ഥത്തിൽ അൺപോപ്പുലർ ആയത് നമ്മളിവിടെ നിന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു പ്രൊപ്പഗൻഡ മൂവിയാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു മൂവി, വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നൊരു മൂവി, വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്ന മൂവി, കേരള സ്റ്റോറി കണ്ട ആളുകളെല്ലാം സംഘികളാണ് എന്ന് ചാപ്പ അടിച്ച് കിട്ടുന്ന ഒരു മൂവി, അങ്ങനെയൊക്കെ ഒരു ബഹുമതി വേറെ ഏതെങ്കിലും മൂവിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അങ്ങനെയൊക്കെ വളരെ വലിയ രീതിയിൽ വലിയ സ്ഥാനമാനങ്ങൾ വരെ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്ന ഒരു മൂവിയാണ്. ഇനി എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഇനിയിപ്പോൾ ഒരു പ്രധാനമന്ത്രിയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ കേരള സ്റ്റോറി കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന നിലയിലേക്ക് എത്തുമായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നത് 3 കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്തതും ഇത് ചെയ്തു വരാൻ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമയ്ക്ക് ഞാൻ എത്ര മാർക്ക് കൊടുക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതറിയണമല്ലോ, എല്ലാ ആളുകളും പല രീതിയിൽ മാർക്ക് കൊടുക്കുന്നു, ഇതിന് മാർക്കേ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ നമുക്കിതിന് എത്ര കൊടുക്കാം എന്നതാണ് ഞാനൊന്ന് നോക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഇത് കാണണം, ഇത് എന്തിനാണിത്, വൈ ടു വാച്ച് എന്നുള്ളത്, അത് കാണേണ്ട കാര്യമുണ്ടോ, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കാണണം, ഇത് നമ്മളൊന്ന് അന്വേഷിക്കണം. മൂന്നാമത്തത്, അങ്ങനെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണ് കാണേണ്ടത്, ഇത് 3ഉമാണ് നമ്മളിന്നിവിടെ അന്വേഷിക്കുന്നത്. അപ്പോൾ ആര് കാണണം, എന്തിന് കാണണം, അതോടൊപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ അതിൻ്റെ ഒരു റേറ്റിംഗ്. അപ്പോൾ ആ റേറ്റിംഗ് ആദ്യമേ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഇതിൽ ഒരു റേറ്റിംഗ് വ്യൂ പോയിൻ്റിൽ കേരള എന്ന് പറയുന്ന ഒരു സ്ഥലം കേരള സ്റ്റോറിയിൽ വലിയ തോതിൽ അവിടെ ചിത്രീകരിക്കുന്നുണ്ട്. ആ കേരളത്തിലെ ആളുകൾ, മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന അതിൻ്റെ ഒരു റിയലിസം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അമ്പേ പരാജയമാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. മലയാളമായാലും നമ്മളുടെ മലയാളികളുടെ രീതികൾ എന്നുള്ള രീതിയിൽ കാണിക്കുന്നതായാലും അങ്ങനെ എന്ത് തന്നെയായാലും എനിക്കും അത് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നി ഇത് ഏത് കേരളമാണ് എന്നുള്ളൊരു തോന്നൽ എനിക്കും തോന്നിയിട്ടുണ്ട്. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കേരളം അല്ലെങ്കിൽ മലയാളികൾക്ക് കേരളത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നൊരു ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഒരു അപരിചിതത്വം തോന്നുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഈ പച്ചല സിനിമ എന്നൊക്കെ പറയുന്ന ഒരു സാധനം തന്നെ ഇവിടെ ഓടുന്നതുകൊണ്ട്, ഇപ്പോൾ ഈ മഹേഷിൻ്റെ പ്രതികാരവും അതുപോലെ തൊണ്ടി മുതലും ദൃക്സാക്ഷി അങ്ങനെയൊക്കെയുള്ള സിനിമകൾ കണ്ട് ശീലിച്ച നമുക്ക് ഇതുപോലെയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ ഇത് ഏത് കേരളമെന്ന് തോന്നും. ഇത് സത്യത്തിൽ ഈ സിനിമയുടെ ഒരു രൂപം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോളിവുഡൈസ്ഡ് ആയിട്ടുള്ള ഒരു മലയാള സിനിമയായിട്ടാണ് നമുക്ക് തോന്നുക. കുറച്ച് കളറ് കൂടുതലാണ്. മലയാളത്തിൽ ഇത്ര കളർ ഉണ്ടാവാറില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. അവർ കുറച്ച് അത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ ഞാൻ അവിടെ കൊടുക്കുന്നൊരു 100-ൽ 10 മാർക്കാണ് ഞാൻ അതിന് കൊടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ കേരളം എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചുള്ളൊരു റിയലിസം മലയാളികളല്ലാതെയുള്ള ബാക്കിയുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി അവർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ, ഇപ്പോൾ നമ്മളെയൊക്കെ സുഹൃത്തുക്കൾ പല ആളുകളും ഈ സിനിമ കണ്ടിട്ട് അവർക്കത് കുറേയും കൂടിയും റിലേറ്റ് ചെയ്യാനാണ് പറ്റുന്നത്. കാരണം നമ്മൾ കാണുന്ന തരത്തിലുള്ള ഡീറ്റെയിൽസ് അവർ കാണാത്തത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് അവരിപ്പോൾ ഗൂഗിളിൽ അടിച്ച് നോക്കുകയാണ് കേരളം എന്നടിക്കുമ്പോൾ കാണുന്ന പച്ചപ്പ്, ആ പച്ചപ്പ് ഇതിലുണ്ട്, ഓക്കെ അപ്പോൾ അതാണ് ഇത് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് അവർ എത്താൻ അവർക്ക് എളുപ്പമാണ്. അവർ കാണുന്നത് ആലപ്പി അതുപോലെ കൊച്ചി എന്നൊക്കെ പറയുന്ന ചില സാധനങ്ങളാണല്ലോ അവർ കാണുന്നത്, മൂന്നാർ, ഇതൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ കുറേ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്തും കാണുന്നത് കൊണ്ട് അത് കാണുന്നു. പിന്നെ അതുകൂടാതെ മറ്റ് ചില നടികളും ഒക്കെ ആയിട്ടുള്ള ആളുകളെയും അവർ നോക്കുമ്പോൾ കുറേയൊക്കെ അവരുടെ സ്ഥലത്തുനിന്നും വ്യത്യാസമുള്ള ആളുകളെയൊക്കെ പോലെ തോന്നുന്നതുകൊണ്ട് അവർക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ഷൂസിൽ ഇറങ്ങി നിന്നിട്ടാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ കേരളത്തിന് ആ റിയലിസം നമ്മൾ ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിലാണ് നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു 60 മാർക്ക് നമുക്ക് കൊടുക്കാം. അതാണ് അതിനകത്തുള്ളത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, അതായത് ഇസ്ലാം. കാരണം ഇതിൽ ആദ്യം ഞാൻ കേരളം വെക്കാൻ കാരണം ഈ സിനിമയുടെ നിരൂപണം എന്നോണം പല ആളുകളും ചെയ്തിട്ടുള്ളതിലെല്ലാം തന്നെ അവർ ഏറ്റവും കൂടുതൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് ഏത് കേരളം ഇതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞത്. പിന്നെ ഉള്ളത് ഇസ്ലാമാണ്. ഇപ്പം ഞാനൊരു മുസ്ലിം ആയിരുന്നു, എക്സ് മുസ്ലിമൊക്കെ ആയി ഇപ്പം നിൽക്കുന്നു, ഞെളിഞ്ഞ് നടക്കുന്നുണ്ട്, വലിയ തലയൊക്കെ പൊക്കിപ്പിടിച്ച്.
അങ്ങനെയുള്ള ആളായിട്ട് കൂടി നമുക്ക് ഈ സിനിമ കാണുമ്പോൾ അതിൽ ഇസ്ലാമും അതിനകത്ത് ഇസ്ലാമിൻ്റേതായിട്ടുള്ള രീതികളൊക്കെ കാണും. ഇത് ഏത് ഇസ്ലാമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ എനിക്ക് അവിടെ 5 മാർക്കേ കൊടുക്കാനുള്ളൂ. ആ 5 മാർക്ക് ഞാൻ കൊടുത്തത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ഷഹാദത്ത് കലിമ ചൊല്ലുന്നുണ്ട്, കുറേ കുമ്പിടുന്നുണ്ട്, അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ. പിന്നെ ഈ മതം പ്രചരിപ്പിക്കുന്ന സാധനങ്ങൾ, അതിന് വേറെ മാർക്കുണ്ട്, എന്നാലും അങ്ങനെയൊക്കെയുള്ളൊരു സാധനം അതൊക്കെ ആഗോളതലത്തിലുള്ളതാണ്, കേരളത്തിലേക്ക് പ്രത്യേകിച്ചും ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ കൂടി കൂട്ടിയിട്ട് ഒരു 5 മാർക്ക് ആ ഒരു ഇസ്ലാം റിയലിസം ഇൻ കേരള അല്ലെങ്കിൽ ഫോർ കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു 5 മാർക്ക് നമുക്ക് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഇസ്ലാം റിയലിസം ഫോർ ഇന്ത്യയാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും അതിനൊരു 50 മാർക്കേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം ചില കാര്യങ്ങൾ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പോലും നമുക്ക് ദഹിക്കാൻ പറ്റുന്ന സംഗതികളല്ല. നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സംഗതി മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഇവർ ഇസ്ലാം കൂടുതലും കണ്ടത് നമ്മളുടെ ഈ ദർഗകൾ, ഇപ്പോൾ നമ്മൾ അജ്മീർ ഷെരീഫ് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്നൊരു ഇസ്ലാമും എന്നിട്ട് ജിഹാദിന് പുറപ്പെടുന്ന ഈ സലഫികളുടെ ഇസ്ലാമും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേകതരം കോമ്പിനേഷനാണ് ഈ സിനിമയിലെ ഇസ്ലാം എന്ന് പറയുന്നത്. അത് സത്യത്തിൽ അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കുറേയൊക്കെ ഹനഫി നമ്മളുടെ മദ്ഹബുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ അതൊക്കെ കുറേയൊക്കെ കാണാൻ കഴിയും. അവരുടെ വേഷവിധാനമായാലും പല സംഗതികളും അങ്ങനെ നമുക്ക് കാണാം. പിന്നെ അതിനകത്ത് ഈ കല്യാണം അവർ കഴിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് കുബൂൽ ഹേ എന്നൊക്കെ ആ പെണ്ണ് വന്നിരുന്ന് പറയുന്നത്, ഇതൊന്നും ഏത് ഇസ്ലാമിലാന്ന് നമ്മൾ ചോദിച്ചു പോകും. അങ്ങനെ ഏതോ ഒരു ഉസ്താദ് ഇവിടെ മുസ്തഫ മൗലവി അങ്ങനെ ജയിപ്പിച്ചതിൻ്റെ പേരിലുള്ള പുകയിൽ ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. പിന്നെ ചില ഇന്തോനേഷ്യ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നതുണ്ട്. പക്ഷേ ഏതായാലും ഇന്ത്യയിൽ അത് അത്ര പോപ്പുലർ അല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാവാം, പക്ഷേ പോപ്പുലർ അല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു റിയലിസം നോക്കുകയാണെങ്കിൽ അതിനൊരു 50% പാസ് മാർക്ക് നമുക്ക് കൊടുക്കാം. ഇനി പ്രധാനപ്പെട്ട മറ്റു വശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നടക്കുന്ന കൺവേർഷൻ ജിഹാദ് എന്ന് പറയുന്നൊരു സംഗതി. ആ സംഗതി വളരെ പെർഫെക്റ്റായിട്ട് അതിനകത്ത് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ തട്ടം ഇട്ട് കൊടുത്തുകൊണ്ട് ആളുകളെ ഇങ്ങനെ ഒരു വസ്ത്രമാക്കി അതിനെ അവതരിപ്പിച്ച് അവരെ അതിലേക്ക് ഇങ്ങനെ ലൂർ ചെയ്യുന്നൊരു പരിപാടി. ഇതെന്തോ നല്ലൊരു സാധനമാണ് എന്ന് തോന്നുന്നൊരു പരിപാടി. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, ഒരു തട്ടം എടുത്ത് ഇങ്ങനെ തലയിൽ കൂടെ ചുറ്റി ഇങ്ങനെ മൂക്ക് മറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ പോലെ തോന്നും. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പം ഈ തലമറയ്ക്കുക, ഇത് കെട്ടുക എന്നൊക്കെ പറയുന്ന സംഗതി അത് ചെയ്യാത്ത ഒരാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ചെയ്യുന്ന ആളുകൾക്കൊരു ഭംഗിയൊക്കെ തോന്നും. പക്ഷേ ആ ഭംഗി അതൊരു വസ്ത്രത്തിൻ്റെ മേന്മയായിട്ട് പറഞ്ഞു വെച്ചുകൊണ്ട് ആ ഹിജാബിലേക്ക് ആകൃഷ്ടരാക്കുന്ന ഒരു രീതി പോലും നമ്മളിപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് മുതൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ സിഗ്നൽസ് മുതൽ ഓരോ നോക്കിലും നടപ്പിലും അതുപോലെ ഓരോരോ സംഗതിയിലും ഇങ്ങനെ മതത്തെ ഇങ്ങനെ പ്രസരിപ്പിക്കുന്നൊരു പരിപാടി നമ്മൾ ആ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കാണാം. അത് നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കൺവേർഷൻ ജിഹാദ് എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഡെപിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ ഇതിനകത്ത് പറയും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അത് തന്നെയാണ്. കൺവേർഷൻ ജിഹാദ് വളരെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എനിക്കത് കണ്ടിട്ട് അതിനകത്ത് തെറ്റായതായിട്ട് ഒരു സംഗതിയും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. കണ്ടവരാണെങ്കിൽ എന്തായാലും തെറ്റ് കണ്ടുപിടിക്കാൻ കഴിയണമല്ലോ. ഇനി അടുത്തതാണ് സെക്ഷുവൽ പ്രെഡേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി. അതായത് അതിൽ കുറേ സ്ത്രീകളെ വലയിലാക്കുന്നൊരു കാര്യമുണ്ട്. കുറേയൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കത് അത്ഭുതമായിട്ട് തോന്നുന്നു എന്നത് സത്യമാണ്. ഞാനും അത് കണ്ടപ്പോൾ നമുക്കത് ഒരു അത്ഭുതമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ നമുക്കിതിനെക്കുറിച്ച് വായിച്ചുള്ള അറിവും അതുപോലെ മറ്റു പല സംഭവങ്ങളെക്കുറിച്ചുള്ളൊരു ചെറിയ ധാരണയുള്ളതുകൊണ്ട് അത് അത്ര വലിയൊരു ഞെട്ടലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെയാണല്ലേ ഇത് നടക്കുന്നത് എന്ന ഒരു എപ്പിഫനി മൊമെൻ്റായിട്ടാണ് ഞാൻ അതിനൊന്ന് കണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ അതിനകത്തൊരു 70 മാർക്ക് നമുക്ക് കൊടുക്കാം. കുറച്ചൊക്കെ അതിനകത്ത് ഓവറാണ്, പ്രത്യേകിച്ച് അതിൻ്റെ വേഷവിധാനവും കാര്യങ്ങളും പിന്നെ ആ ഒരു ആംഗിളിലേക്കൊക്കെ പോകുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ അത് കുറച്ചും കൂടി ഒരു പെർഫെക്റ്റ് ആക്കാനുള്ള ഒരു ഡീറ്റെയിൽസ് അവിടെ മിസ്സായതായിട്ട് എനിക്ക് തോന്നി ആ ഒരു ഏരിയയിൽ. അതുകൊണ്ട് തന്നെ ആ സെക്ഷൽ പ്രെഡേഷൻ കുറച്ചും കൂടി വിപുലമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയായിരുന്നു. അത് അവരവിടെ മിസ്സായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിരിക്കണം. അത് ചിത്രീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഇഷ്യൂ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും, അതുകൊണ്ടാവാം. എന്തായാലും അതിനകത്തൊരു 70 മാർക്ക് നമുക്ക് കൊടുക്കാം. പിന്നെ ഉള്ളത് ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു സാധനമാണ്. അങ്ങനെ ഒരു സാധനം ഇതിനകത്ത് ഇങ്ങനെ ഉള്ളതായിട്ട് ഡെപിക്റ്റ് ചെയ്യുന്നു. പക്ഷെ നമുക്കറിയാം ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനം അത് അല്ല അവിടെ കാണുന്നത്. അവർ കാണിക്കുന്നത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ഒരു സംഗതിയാണെങ്കിലും അതല്ല ലവ് ജിഹാദ് എന്നതുകൊണ്ട് തന്നെ അവർക്കത് ഒരു മിസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിനെ ശരിക്കും നമ്മൾ കൺവേർഷൻ ജിഹാദ് വിത്ത് സെക്ഷൽ പ്രെഡേഷൻ ആൻഡ്
ഹെഡിങ് ഫോർ ജിഹാദ്, ഇതെല്ലാം കൂടിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ 3 സാധനത്തിനും കൂടി ലവ് ജിഹാദ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് മാർക്കൊന്നുമില്ല, അത് ഫെയിലാണ്, 0 മാർക്സ് ആണ് അതിന് നമ്മൾ കൊടുക്കുന്നത്. ആ ലവ് ജിഹാദ് എന്ന് പറയുന്ന ആശയം അവിടെ കൺവേ ചെയ്യാൻ വേണ്ടി അതിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്, അത് അവിടെ തെറ്റായിട്ടുള്ളൊരു രീതിയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അത് അവർ മിസ്സായിട്ടുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ നമ്മളുടെ ഹാദിയ കേസ്, അഖിലയുടെ വിഷയമൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും എവിടെയും നമുക്ക് ലവ് എന്ന് പറയുന്നൊരു സാധനം കിട്ടില്ല. ആ കുട്ടിക്ക് ഇസ്ലാമിലേക്ക് ആകൃഷ്ടത തോന്നുന്നു, തൻ്റെ കൂട്ടുകാരികളിലൂടെ തോന്നുന്നു. അതിനകത്ത് ഇപ്പോൾ ഇതിലൊരു വലിയ പരാതി പറയുന്നത് മലപ്പുറത്തെ കുട്ടികളിങ്ങനെ പിന്തിരിപ്പിക്കുന്നു, അങ്ങനെ ഇവരെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ അവിടെ കറങ്ങി നടപ്പുണ്ട് എന്നൊക്കെയുള്ള സംഗതി. അങ്ങനെയൊക്കെ എവിടെയാണ് മലപ്പുറത്തുള്ളതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുണ്ടെന്നേ. അത് കൺവേർഷൻ ജിഹാദിൻ്റെ ഒരു ഭാഗമാണ്. ഈ കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്തോ അല്ലാതെയോ, പ്രത്യേകിച്ച് ഇപ്പോൾ അഖിലയുടെ വിഷയം തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. അഖിലയെ ഈ മതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എങ്ങനെയാണ്? അഖിലയ്ക്ക് പരിചയമുള്ള 2 കുട്ടികളിലൂടെ ഇതിൻ്റെ മിഡിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അവിടെ വരുന്നു. ആ സ്ത്രീയിലൂടെയാണ് ഇവർ ഈ നമ്മളുടെ തീവ്രമായ ഇസ്ലാമിക ആശയമുള്ള ആളുകളിലേക്ക് അഖില അവിടെ എത്തിച്ചേരുന്നത്. ഇത് ഓരോ നമ്മുടെ നാട്ടിൽ നിന്ന് കൺവേർഷനിലൂടെ പുറത്ത് പോവുകയും പോകാതിരിക്കുകയും പൊട്ടിത്തെറിക്കാതിരിക്കുകയും ചെയ്ത ആളുകളൊക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഇതിനകത്തൊരു എന്താ പറയുക, ഒരു കൺവേർഷൻ പിമ്പ് അവിടെ, ഒരു പിമ്പിങ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൺവേർഷൻ പിമ്പ് ഇതിനകത്തുണ്ട്. ഇത് കണ്ടിട്ട് ഇതാർക്കും പരിചയമില്ലാത്തതുകൊണ്ട് അങ്ങനെയാണോ, മലപ്പുറത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ, കോളേജിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അവർ കണ്ടിട്ടില്ല. അതൊരു ആർഗ്യുമെൻറ്റ് ഫ്രം ഇഗ്നറൻസ് ആയിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം അതില്ല, അവർ കാണാത്തതുകൊണ്ട് അങ്ങനെ ഒരു സാധനമില്ല എന്ന രീതിയിലേക്ക് അത് വരുന്നു. അങ്ങനെയല്ല, കണ്ട ആളുകളും അതിനുള്ള തെളിവുകൾ ഇപ്പുറത്തുള്ളത് നമ്മളെടുക്കുക. അത് കാണുമ്പോൾ തനിക്കത് കണ്ടില്ല, കാണാൻ സാധിച്ചില്ല എന്നതുകൊണ്ട് അതില്ല എന്ന് പറഞ്ഞ് ഒരു നിഷേധാത്മകമായ ഒരു നിലപാടെടുക്കുന്നത് ശരിയല്ല. അതിൻ്റെ പേരിൽ ഈ സിനിമയെ കുറ്റം പറയുന്നതും ശരിയല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ജിഹാദ്, ഒരു കൺവേർഷൻ പിമ്പിങ് പോലും അവിടെ ഉണ്ട്. അതും യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി അത് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് നമ്മളുടെ അഖില ഹാദിയുടെ വിഷയം. നിങ്ങൾക്കത് അന്വേഷിക്കാവുന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെയുള്ള ഡീറ്റെയിൽസിലൊക്കെ പോയി ഇന്ന് തീരൂല ലൈവ്, അതുകൊണ്ട് അതിലേക്ക് പോകാത്തത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ജിഹാദ് ഡീറ്റെയിൽസ്, അതായത് ഈ ജിഹാദിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ അവിടെ ഉണ്ടാവും, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള ആ ഒരു ദുർഘടമായ ഒരു ലൈഫ്. അതുപോലെ തന്നെ ഐസിസിൻ്റെ ഡെപിക്ഷൻ, അതെങ്ങനെയാണ് അവിടെ, ഐസിസിലേക്ക് എത്തിപ്പെട്ടാൽ എന്താണ്, അവരെന്താണ് അവിടെ ചെയ്യുന്നത്, ഇതുപോലുള്ള കാര്യങ്ങൾ. ആ 2 സംഗതികളാണ് സത്യത്തിൽ ഈ സിനിമയിൽ ഏറ്റവും ഭംഗിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് തന്നെ ഞാൻ സമ്മതിക്കും. കാരണം നമ്മൾ ഈ സിനിമ മാത്രമല്ല, മറ്റ് പല സീരീസും പല സാധനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് അവരത് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ജിഹാദ് ഡീറ്റെയിൽസ്. അതിലിപ്പോൾ ഈ ഇൻക്ലൂഡിങ് ആ ഫോൺ വാങ്ങിച്ചു വെക്കുന്നത് ഉൾപ്പെടെയുള്ള പല സീൻസ് നിങ്ങൾക്ക് അവിടെ കാണാം. അങ്ങനെ പല കാര്യങ്ങളും. അതുപോലെ ഇയാൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് പോയി ഈ പറയുന്ന നടിയുമായിട്ട് സെക്സ് ചെയ്യുന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഒരു കൃത്യമായ രൂപത്തിൽ തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് മറ്റ് ചില സീരീസും സിനിമയും അതുപോലെ അനുഭവങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ അത് ഓൾമോസ്റ്റ് 99 മാർക്ക് ഞാനവിടെ കൊടുക്കുന്നു. 1 മാർക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ് ചുമ്മാ. ഇനി അത് കഴിഞ്ഞിട്ട് ടെക്നിക്കൽ ആൻഡ് ആർട്ട്, ക്യാമറ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ പിന്നെ ഈ സിനിമയുമായിട്ട്, ഈ സിനിമയ്ക്ക് മാത്രമായിട്ടൊന്നും അതിനകത്ത് പറയാനില്ല. എന്നിരുന്നാലും അതിനകത്ത് നമുക്കൊരു 70-75 മാർക്കൊക്കെ നമുക്ക് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി നമുക്കൊരു 624 മാർക്ക് 1100 നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ 56.7% മാർക്ക് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്ക് നമുക്ക് കിട്ടും എന്നതാണ് എൻ്റെ റേറ്റിംഗ് ആയിട്ട് ഞാനിവിടെ വെക്കുന്നത്. സോ ഒരു ഓൾമോസ്റ്റ് ക്ലോസ് ടു 6 സ്റ്റാർസ് നമുക്ക് കൊടുക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. അതിപ്പോൾ വലിയ കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളവിടെ രേഖപ്പെടുത്തുക. കമൻറ്റ് യുദ്ധത്തിൽ നിങ്ങൾ പങ്കെടുക്കുക. ഇതാണ് എനിക്കവിടെ പറയാനുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാര്യം. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽസ്. ഇതെന്തുകൊണ്ട് കാണണം എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വശം. എന്താണിപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് എന്നുള്ളതും ആ സിനിമ ഇവർ പറയുന്നത് അത്രയ്ക്കങ്ങ് മോശമാണ് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾ ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും. ഇനിയാണ് അടുത്ത ഭാഗം. ഇത് കാണാനേ പാടില്ല, ഇത് സംഖ്യകൾ മാത്രമേ കാണുകയുള്ളൂ, ഇത് കണ്ടവരെല്ലാം സംഖ്യകളാണ് എന്നുള്ളൊരു നറേറ്റീവ്. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഇവിടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്.
അതുകൊണ്ട് തന്നെ ആവിഷ്കാരം ഉണ്ടാക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടൊരു സംഗതി ഉണ്ടാക്കിയാൽ അത് പോയി കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ആരെയും നിർബന്ധിച്ച് മര്യാദയ്ക്ക് കണ്ടോ എന്ന് പറയേണ്ട കാര്യവുമില്ല. കാണാൻ ഒരാൾ തീരുമാനിച്ചാൽ അതേ സംഗി പോയി കാണുന്നു എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് എനിക്കവിടെ പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ പോയി കാണണം. ആ ഒരു നമ്മൾ പറയുന്ന ആ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന സംഗതി, അതുപോലെ ആ ഒരു കൺഷ്യൻസ് എന്ന് പറയുന്ന സംഗതിയുടെ ഒരു ഫ്രീഡം, അതൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ കണ്ടിട്ട് വേണം തീരുമാനിക്കാൻ നിങ്ങൾക്കിത് കൊള്ളുമോ ഇല്ലേ. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ നമ്മളുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു രീതിയുണ്ട്. സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ കസബയിൽ മമ്മൂട്ടി ഇങ്ങനെ കുത്തിന് കയറി പിടിച്ചു, അത് സിനിമയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം, പോലീസുകാർ അങ്ങനെ ആകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വിമർശിക്കണം നമ്മൾ കണ്ടു. സത്യത്തിൽ എന്താ അസംബന്ധമാണോ പറയണതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സിനിമയിൽ അങ്ങനെ തന്നെയാണ് കാണിക്കേണ്ടത്. അത് കാണുമ്പോൾ നമുക്ക് കിട്ടേണ്ട മെസ്സേജ് എന്താണെന്നുള്ളതാണ് അവിടുത്തെ വിഷയം. നമുക്ക് കിട്ടേണ്ട മെസ്സേജ് ഓക്കെ നാളെ മുതൽ എല്ലാവരും കയറി കുത്തിന് പിടിക്കണം എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? ഓക്കെ അത് ചെയ്തത് അത് ശരിയല്ല എന്ന് എല്ലാവരും പറയുന്നു, ഓക്കെ അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു സന്ദേശം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഉൾക്കൊള്ളാം. ഇനി അതുമല്ലാതെ അങ്ങനെ ഒരു ക്യാരക്ടറിനെ നമുക്കങ്ങനെ കാണിക്കാൻ ഉള്ളതുകൊണ്ടാണല്ലോ ആ ക്യാരക്ടർ അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് മാറിയത്. അങ്ങനെ അങ്ങ് ഉൾക്കൊള്ളുക എന്നുള്ളതല്ലേ അതിൻ്റെ രീതി. അതല്ലാതെ എല്ലാവരും നല്ല കുട്ടപ്പന്മാരായിട്ട്, എല്ലാവരും നല്ല നടപ്പ് ചമയുന്ന ബാലൻ കെ നായരായിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? എല്ലാ സിനിമയും ഒരേപോലെ ഇരിക്കൂലേ? അപ്പോൾ പിന്നെ ഇതിനകത്ത് എന്താ പറയാനുള്ളത്, എന്താ ചെയ്യാനുള്ളത്? അപ്പോൾ നിങ്ങൾ കലയുടെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. അതിനെ കാണിക്കുന്ന സംഗതികൾക്ക് അതിന് സർട്ടിഫിക്കറ്റ്സ് നമ്മൾ കൊടുക്കുന്നു. ആര് കാണണമെന്ന് പറയുന്നു, ആര് കാണരുതെന്ന് പറയുന്നു. അതിനനുസരിച്ചിട്ടുള്ള ആളുകൾ പോയി കാണുക, അതിനനുസരിച്ചിട്ടുള്ള ആളുകൾ അത് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പം നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ ഇതിനകത്ത് എല്ലാ വീഡിയോയുടെയും മുന്നിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഈസ് ദിസ് വീഡിയോ ഫോർ കിഡ്സ് ഓർ നോട്ട് എന്നൊരു ചോദ്യം. നമ്മളവിടെ മാർക്ക് ചെയ്യുന്നത് നോട്ട് ഫോർ കിഡ്സ് എന്ന് തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ഇത് കിഡ്സിനാണ് എന്നുണ്ടെങ്കിൽ അത് പിന്നെ വേറൊരു ലോകമാണ്. അവിടെ പിന്നെ പരസ്യങ്ങളില്ല, അവിടെ പിന്നെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് ഓട്ടോ പ്ലേ ഇല്ല, അതവിടെ നിൽക്കും. ഒരു വീഡിയോ പ്ലേ ചെയ്ത് അവിടെ നിൽക്കും. പിന്നെ കുറേ വീഡിയോ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഒരു വാണിംഗ് കിട്ടും, അതെ കുറേ നേരമായി കാണുന്നു, ഇനിയും കാണണോ എന്നൊക്കെയുള്ള വാണിംഗ് കിട്ടുന്നു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള പല വ്യത്യാസങ്ങൾ. അപ്പോൾ അതുപോലെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ നമ്മൾ പറയുന്ന സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അതുപോലെ പല സർട്ടിഫിക്കേഷനെ കുറിച്ച് പറയുന്നു. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കാം ആരാണ് കാണേണ്ടത്, ആര് കാണണ്ട എന്നുള്ളത് ജഡ്ജ് ചെയ്യാനും എന്നുള്ളത് സ്വയം തീരുമാനിക്കാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട്. ഇതെല്ലാം ബോധമുള്ള മനുഷ്യന്മാരല്ലേ, നിങ്ങൾ തീരുമാനിച്ചിട്ട് കാണേണ്ട സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാരണം കൊണ്ട് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. ഇനി രണ്ടാമത്തെ കുറച്ച് കാരണങ്ങളുണ്ട്, അതിലേക്കാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് കടക്കാനുള്ളത്. അപ്പോൾ അതിൽ നമ്മളിവിടെ സൂചിപ്പിച്ച ഈ റേറ്റിങ്ങിൽ സൂചിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഈ ഒരു 7 സാധനങ്ങൾ, ഈ കേരള റിയലിസം, ഇസ്ലാം റിയലിസം, അതുപോലെ കൺവേർഷൻ ജിഹാദിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, സെക്ഷൽ പ്രിഡേഷൻ, ലവ് ജിഹാദ് അല്ല എന്നുള്ളത്, ജിഹാദിൻ്റെ ഡീറ്റെയിൽസ്, ഐസിസിൻ്റെ ഡെപിക്ഷൻ, ഇതുപോലുള്ള സാധനങ്ങൾ ഇത് നിങ്ങൾ കാണണം. ഇത് മുസ്ലിങ്ങൾ അറിയണം എന്താണ് ഈ സംഗതി നടക്കുന്നത് എന്നുള്ളത്. ഓരോ മുസ്ലിം അറിയേണ്ട കാര്യമാണ്, ഓരോ മുസ്ലിം അല്ലാത്ത വ്യക്തികളും അറിയേണ്ട കാര്യമാണ്. കാരണം നമ്മൾ നേരത്തെയൊക്കെ പറയാറുള്ളൊരു സാധനമുണ്ട്, അതായത് ഇവിടെ നമുക്ക് ഒരു തീരുമാനമെടുക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ, അതായത് ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം വരുമ്പോൾ, ഇന്നിപ്പോൾ ഞാൻ സത്യത്തിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയ പോലെ ഈ സിനിമ വലിയ തോതിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. നമ്മളിവിടെ ഈ കാണിച്ച 7 പോയിൻറ്റ്സും വെച്ചിട്ട് ചർച്ച ചെയ്യേണ്ട ആ സാധനത്തെ ഇന്നൊരു കോമഡി പീസാക്കി മാറ്റിയത് ആരാണ്? അത് ഇതിൻ്റെ സംവിധായകൻ തന്നെ. ഇതിനകത്ത് ഈ 32,000 എന്ന് പറയുന്ന നമ്പർ വെച്ചതോടുകൂടി ഇത് ഒരു വെറും പ്രൊപ്പഗൻഡ മൂവിയായിട്ട് മാറുന്നു. ഇതിൽ ആ പ്രധാന പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നു. ഇത് പറയുന്ന ആളുകൾ മുഴുവൻ തമാശ പടമാക്കി മാറ്റുന്നു. ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. സത്യത്തിൽ ഇത് എത്രമാത്രം ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇതിൽ ഏറ്റവും പ്രധാനമാണ് ഈ കേരളത്തെക്കുറിച്ചുള്ള ഒരു പിക്ചറും അതുപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള ഒരു പിക്ചറും. ഇത് രണ്ടും ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട വിഷയമാണ്. പക്ഷേ നമുക്കതവിടെ കാണാൻ കഴിയുന്നില്ല. പകരം നമ്മൾ ഇതേപോലെ കുറേ ആളുകൾ റിവ്യൂ ചെയ്ത് വെച്ചതിൻ്റെ ഒരു ഗ്ലിംസ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ഒരാൾ ചെയ്തിരിക്കുന്നത് ദ കൊണച്ച സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം. വേറൊരു നമ്മളെ സുഹൃത്താണ് അത് എഴുതി പെൺമക്കൾ വെറും മൊണ്ണകളെന്ന് അവിടെ ഈ സിനിമ പറയുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ഒരു കൺവേർഷൻ നടക്കുന്നു, കൺവേർഷൻ ജിഹാദ് എന്ന് പറയുന്ന സാധനത്തിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ മുഴുവൻ മൊണ്ണകളാണ് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയം മുതൽ നമ്മൾ എക്സ്പോസ്ഡ് ആകുന്ന ഒരു പോയ്സണാണ് ഈ മതം എന്ന് പറയുന്നത്. അതേത് മതമാകാം. അങ്ങനെയുള്ള പോയ്സണുകളിൽ പലതരം ഗ്രേഡ് ഓഫ് പോയ്സൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്തെ കാളകൂട വിഷമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ബാക്കിയുള്ള മതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല നമ്മളുടെ മറ്റേ കുരുടാനോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഗണിക്കാം. പക്ഷേ ഏറ്റവും വിഷം കൂടിയ ഒരു പൊട്ടാസ്യം സയനൈഡിൻ്റെ ലെവലിൽ നിൽക്കുന്ന സാധനമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. അത്
തലയിൽ കയറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അഖില ആ പറയുന്ന ഹാദിയ എന്ന് പറയുന്ന ആൾ അതിനകത്ത് ഉറച്ചു നിന്നത്? ആട് മേയ്ക്കാൻ പോവുകയാണ്. അതിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് അഖില ഈ ഇസ്ലാമിലേക്ക് ആകൃഷ്ടയാകുന്നു, അങ്ങനെ മതത്തിലേക്ക് അടുക്കുന്നതും ആകൃഷ്ടയാകുന്നതും മതം മാറുന്നതും എല്ലാം തന്നെ വീട്ടുകാരുടെ അറിവോടെയല്ല. അങ്ങനെ അതൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് വഴിവെക്കുന്നത് നമ്മളുടെ കേരള സ്റ്റോറിയിലുള്ള ആ മലപ്പുറം ക്യാരക്ടർ പോലെ ഒരു ക്യാരക്ടർ പൊന്നാനിയിലുണ്ട്. ആ ക്യാരക്ടറാണ് ഈ അഖിലയ്ക്ക് എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നത്, ആളുകളെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത് എല്ലാം അവരാണ്. അവരുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അങ്ങനെ അവരിലൂടെ ഈ സംഗതി എത്തുന്നു. അവരിലേക്ക് അഖില എത്തുന്നത് ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള 2 പെൺകുട്ടികൾ മുഖേനയാണ്. അവർ പോലും ചിന്തിച്ചിരുന്നില്ല ഇത് ഇത്രയും വലിയ പ്രശ്നമാവുന്നു. കാരണം എന്താണ്, ഇപ്പം ഞാനാണെങ്കിലും ഈ വിശ്വാസിയായിരുന്ന സമയത്ത് എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കും. ഇത് മതത്തെക്കുറിച്ച് കിട്ടുന്ന സാഹചര്യത്തിലെല്ലാം ഇങ്ങനെ കുത്തി കൊടുക്കും. എൻ്റെ ദൈവത്തെക്കാളും നല്ലതാണ് നമ്മുടെ അള്ളാഹു, മലയും പൊക്കി പറക്കുന്ന കുരങ്ങനോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ കളിയാക്കും. പക്ഷേ എന്നിട്ട് അവസാനം പറയണത് അതിനൊക്കെ നമ്മൾ അള്ളാഹു രൂപം പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് മാഷാ അള്ളാഹ് എന്ന് പറയുമ്പോൾ അവരിങ്ങനെ അന്തിച്ച് നിൽക്കും. നമ്മുടെ ദൈവത്ര മോശമാണോ എന്നൊരു ചിന്ത, എന്നൊരു ഇൻഫീരിയോറിറ്റി അവരിൽ കുത്തിക്കൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ പരിപാടി. ഇത് ഞാൻ ചെയ്ത ആളാണ്, അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ഞാൻ പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതോടൊപ്പം നമ്മൾ ഈ നരകത്തെക്കുറിച്ചുള്ള ചിന്ത, ഈ ഒരു വിശ്വാസിയായിട്ടുള്ളൊരു മുസ്ലിം ഈ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം സ്വർഗത്തിലെ ഹൂറികളെ ഓർത്തിട്ടോ ഒടിയാത്ത ലിംഗത്തിൻ്റെ കാര്യം ഓർത്തിട്ടോ അല്ല, ഈ നരകത്തിലെ ശിക്ഷയുടെ ആ വേദനയെക്കുറിച്ച് ഓർത്തിട്ടാണ് ഓരോ മുസ്ലിമും അരമണിക്കൂർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത്, വൈകുന്നത് പോലും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പോലും ഈ മതം വിട്ട സമയത്ത് ഒരു 2 മണിക്കൂർ വൈകിട്ടുണ്ടെങ്കിൽ ഇതേ കാരണം തന്നെയായിരുന്നു. ഇനി എങ്ങാനും ദൈവം അള്ളാഹു ഉണ്ടെങ്കിലോ, അള്ളാഹു എന്ന് പറയുന്നത് ഇയാളല്ല വേറൊരു ചങ്ങാതിയാണെന്നുണ്ടെങ്കിലോ, ഇനി അയാൾ നമ്മളെ പിടിച്ച് നരകത്തിലിട്ടാലോ എന്ന് വിചാരിച്ച് ഞാൻ പേടിച്ച് നിന്നിരുന്നൊരു സമയം ഒരു 2 മണിക്കൂറുണ്ടായിരുന്നു. ആ 2 മണിക്കൂർ ഞാൻ എൻ്റെ പേടി കളഞ്ഞത് എങ്ങനെയാണ്, ആ ബദർ കൊള്ള അത് സംബന്ധിച്ചിട്ടുള്ള ചരിത്രവും അതുപോലെയുള്ള മറ്റ് പല കൊള്ളകളെക്കുറിച്ചുള്ള ചരിത്രം, അതുപോലെ ഇതുപോലെ കൊള്ള നടത്തിയിട്ട് പെണ്ണുങ്ങളെ പിടിച്ച് ബലാത്സംഗം ചെയ്യാൻ നിൽക്കുന്ന പ്രവാചകനെ, ബലാത്സംഗം ചെയ്യുന്ന സഹാബികൾക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പ്രവാചകനെയൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാളില്ല. ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതൊന്നും മുഹമ്മദ് ചെയ്യില്ലായിരുന്നു എന്നെനിക്കന്ന് തോന്നുകയും അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു സാധനം ഇത് മൂപ്പര് ഈ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ ആളെ പറ്റിക്കുന്ന പരിപാടി ആവാനാണ് സാധ്യത, അല്ലെങ്കിൽ അത് തന്നെയാണ് എന്ന് ഒരു 2 മണിക്കൂർ കൊണ്ട് എനിക്ക് തീരുമാനമായി. അങ്ങനെയാണ് ഞാൻ ഈ നരകശിക്ഷ എന്ന് പറയുന്ന സാധനത്തിൽ നിന്നും അവിടുന്ന് പുറത്തേക്ക് കിടക്കുന്നത്. കാരണം അങ്ങനെ ഒരു നരകം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം പേടിക്കുക, നമ്മളെക്കാൾ കൂടുതൽ പേടിക്കുക മുഹമ്മദായിരുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ ആ പേടി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മുഹമ്മദ് ഇമാതിരി പോക്കരിത്തരമൊന്നും കാണിക്കില്ലായിരുന്നു എന്നതായിരുന്നു എൻ്റെ മനസ്സിലൂടെ അന്ന് വന്നത്. അതവിടെ വാസ്തവമാവുകയാണ്. അങ്ങനെ ഒരു സാധനമില്ല. മുഹമ്മദ് അമ്മാതിരി പോക്കരിത്തരവും തെണ്ടിത്തരവുമാണ് ജീവിതത്തിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് എന്നത് തന്നെ നമുക്ക് വെളിച്ചത്ത് വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ആ കുട്ടികൾ ഇതിലേക്ക് ആകർഷകരാകുന്നതിൻ്റെ ഒക്കെ കാരണം, ഇതിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം മൊണ്ണകളായതുകൊണ്ടല്ല, ഈ നരകഭയം അവരുടെ തലയിലേക്ക് കുത്തിയിറക്കുന്നുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണമെന്ന് പണ്ട് മഹാനായ കവി മമ്മൂട്ടി പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ അവരുടെ ഷൂസിൽ ഇറങ്ങി നിന്ന് ചിന്തിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒഴിവാക്കേണ്ടത് ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, യുവർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ആൻഡ് യു തിങ്ക് ദാറ്റ് യു നോ ഇസ്ലാം ആൻഡ് ദ മിഡിൽ ഈസ്റ്റ് മോർ ദാൻ അസ് എന്ന് പറയുന്ന ആ സെൻറ്റൻസ് നിങ്ങൾ ഓർക്കുക. നിങ്ങളിത് പഠിക്കാൻ തയ്യാറാവുന്നില്ല, നിങ്ങളിത് മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട്, ഇത് മറ്റൊരു മതം പോലെ ഒരു മതം, ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ മതവും പോലെ ഒരു മതം എന്ന ചിന്തയാണ് നിങ്ങളെ നയിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ക്ലൂ തരാം. എല്ലാ മതവും പോലെ ഒരു മതമാണ് ഇസ്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അതായത് ഒരു സൂയിസൈഡ് ബോംബറാകാൻ ഒരു മുസ്ലിമിന് സാധിക്കുന്നത് പോലെ ഒരു സൂയിസൈഡ് ബോംബറാകുന്ന ഒരു ഹിന്ദുവിനെയോ, ഒരു സൂയിസൈഡ് ബോംബറാകുന്ന ഒരു ക്രിസ്ത്യാനിയെയോ, ഒരു ജൂതനെയോ, ഒരു ബുദ്ധനെയോ, ഒരു സംഘിയെയോ പോലും നിങ്ങൾക്ക് കിട്ടില്ല, നിലവിൽ കിട്ടില്ല. ഇനി ഈ കാക്കമാരെ കണ്ടുപഠിച്ചിട്ട് ഇനി ഉണ്ടായാൽ അതെന്നെ പറയരുത്. നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? കാരണം മനുഷ്യനെ ഏറ്റവും കൂടുതൽ എന്ത് പോക്കിരിത്തരം ചെയ്താലും ആ പോക്കിരിത്തരത്തിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് വേദന എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഒരു മുസ്ലിം യഥാർത്ഥ വിശ്വാസിയായി ഒരു ഐസിസ് പോരാളിയായിട്ട് മാറുന്ന തലത്തിലേക്ക് അവൻ വളർന്നാൽ, അവൻ്റെ വിശ്വാസ തീക്ഷ്ണത ആ ലെവലിലേക്ക് പോയാൽ അവൻ ആദ്യം ഇല്ലാതെയാകുന്നത് വേദന എന്ന് പറയുന്നൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അവന് ഈ മരണഭയം, ഈ നരകഭയം എന്ന് പറയുന്ന സാധനം, അതാണ് അവനെക്കൊണ്ട് ഇത്തരത്തിലുള്ള സൂയിസൈഡ് ബോംബിങ്ങിന് പോലും പ്രേരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. ഇത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി.
നിങ്ങൾക്ക് തിരി കത്തും. അതായത് എല്ലാ മതവും പോലെ ഒരു മതമല്ല ഇസ്ലാം എന്നുള്ളത് തിരിച്ചറിയാൻ അതെങ്കിലും ഒന്ന് മിനിമം ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് പെൺമക്കൾ മൊണ്ണകളായതുകൊണ്ടല്ല, പെൺമക്കളുടെ തലയിലേക്ക് ഈ നരകഭയം അത് ഈ മത കൺവേർഷൻ ജിഹാദിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ തലയിലേക്ക് കുത്തിയിറക്കും. ഞാനൊക്കെ ചെയ്തിരുന്ന ആളാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതാണ് അതിൽ ഒന്ന് കാണേണ്ടത്. ഇനി ഇപ്പോൾ ഇദ്ദേഹം തന്നെ ഈ ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു വീഡിയോയുടെ തംബ്നെയിൽ കാണുന്നത് ഇങ്ങനെയാണ്. ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു. കേരളത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു അത് എനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഈ സിനിമയെ റദ്ദാക്കാനുള്ളത് ഒന്നും അല്ല ഉള്ളത് എന്നാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. അതുകൊണ്ട് ഈ സിനിമ കാണാതിരിക്കേണ്ട കാര്യവുമില്ല എന്നതാണ്. അതിൽ എടുത്തെടുത്ത് സംഘ് എന്നിങ്ങനെ പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഒരു സിനിമ കാണാതിരിക്കാനും നിങ്ങൾ എന്തിനാണ് സംഖ്യയെ പേടിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുന്നേ ഒരു സിനിമ ഇവിടെ ഇറങ്ങിയിട്ട് അത് പിൻവലിക്കേണ്ടി വന്നു. അന്നപൂരണി എന്ന് പറയുന്ന ഒരു സിനിമ ആരെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിച്ചോ? സിനിമയാണോ സീരീസാണോ? എന്തായാലും എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോഴേക്കും അതിനകത്ത് ചില മതവിദ്വേഷം ഉണ്ടാക്കുന്ന സംഗതികളുണ്ട് എന്ന് പറഞ്ഞ് അത് ഇവിടുന്ന് പിൻവലിക്കുന്ന അവസ്ഥയാണ് നെറ്റ്ഫ്ലിക്സിൽ നിന്ന്. നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇന്ന് അതുപോലെ ഒരു സാഹചര്യത്തിൽ, ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ നിർമാല്യം എന്ന് പറയുന്ന മൂവി ഇന്ന് ഇറക്കാൻ കഴിയുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സാധിക്കില്ല. ആ നിർമാല്യം എന്ന് പറയുന്ന മൂവിയുടെ ഓരോ സീനിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുക ആ പൂജാരിമാരായാലും ബ്രാഹ്മണൻ്റെ റോളിലുള്ള ആളുകളായാലും അങ്ങനെ ഏത് തലത്തിലുള്ള ഹിന്ദു മതവിശ്വാസത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളായാലും മതത്തെ അവഹേളിക്കുന്ന ആളായിട്ടാണ് കാണുക. ആകെക്കൂടി ആ നാട്ടിൽ വിശ്വാസമുള്ള ഒരാൾ ആ നമ്മളെ വേതാളമല്ലല്ലോ, എന്താ പറയൽ, വെളിച്ചപ്പാട് മാത്രമാണ്. മൂപ്പർക്ക് മാത്രമാണ് ആ വിശ്വാസം ഉള്ളതായിട്ട് നമുക്ക് അവിടെ കാണുള്ളൂ. അമ്പലത്തിൽ പൂജാരിയായിട്ട് വരുന്ന ആൾ പോലും ഒഴിവ് സമയങ്ങളിൽ അല്ലെങ്കിൽ പൂജയ്ക്ക് കിട്ടുന്ന സമയത്തിൻ്റെ ആ ഗ്യാപ്പിൽ കയറി PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നതാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. ആൾ എത്രയും പെട്ടെന്ന് ആ പരിപാടി നിർത്തിയിട്ട് നേരെ PSC എഴുതി പോവുകയാണ്. കാരണം ഇതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് പുള്ളി പറയുകയാണ്. അങ്ങനെ മതത്തെ ആ രീതിയിലേക്ക് പ്രാവർത്തികമാക്കുന്ന സമയങ്ങളിൽ അത് ഒട്ടും തന്നെ പ്രായോഗികമല്ല എന്ന് സ്ഥാപിക്കുന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന നിർമാല്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനം ചിത്രീകരിക്കുന്ന ആ സീൻ, ആ പ്രതിമയിലേക്ക് കാർക്കിച്ച് തുപ്പുന്നൊരു സീൻ, ഇന്നത് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത്, അങ്ങനെ ഒരു സിനിമ ഇന്ന് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും ഇതേ സംഖ്യകൾ തന്നെയാണ്. കാരണം എന്താണ്, പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെയുള്ള സിനിമകൾ എടുക്കാനുള്ളൊരു അവസരം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അത് മാറ്റിവെച്ചത്, അത് പറ്റില്ല എന്നൊരു നിലയിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ്? ഇതേ കാക്കാമാരും അവരെ പിന്താങ്ങുന്ന ഇവിടുത്തെ ഇടതന്മാരുമാണ്. അതിൽ വലിയ പങ്ക് നമ്മുടെ നെഹ്റു അടക്കമുള്ള ആളുകൾക്കും കൂടി ഉണ്ടെന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. കാരണം എന്താ, ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നൊരു സംഗതി വന്നു കഴിഞ്ഞാൽ അയ്യോ അതവർക്ക് വേദനയാവും, അയ്യോ നോവും എന്ന് പറയുന്നൊരു നിലപാട് അത് ആദ്യം ഒഴിവാക്കണം. നമ്മളുടെ UAE മിനിസ്റ്റർ പറഞ്ഞ സംഗതി, യുവർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഈസ് റൂയിനിങ് ദ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇത് നിങ്ങൾ മാറ്റിവെക്കണം. എല്ലാ മതത്തെയും ഒരുപോലെ എന്ന് നിങ്ങൾ പറയും ഒരു നാക്കുകൊണ്ട്, എന്നിട്ട് അപ്പുറത്ത് മാറി നിന്നിട്ട് നിങ്ങൾ അതേ നാക്കുകൊണ്ട് പറയുന്ന എന്താണ്, ഇസ്ലാമിന് കുറച്ച് ഭീകരവാദമൊക്കെ ആകാം, അവരെ അങ്ങനെ അങ്ങോട്ട് നോവിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ സിനിമ കാണാനുള്ള എല്ലാ ഒരു സാധ്യതയും ഇവിടെ ഉണ്ട്. നിങ്ങൾ കണ്ടിരിക്കണമെന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഇനി ഇതേത് കേരളം എന്ന് പറയുന്നൊരു ചിന്ത ഞാൻ പറഞ്ഞു, അത് സ്വാഭാവികമായിട്ടും ഞാനും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതാരായാലും ചോദിച്ചു. പക്ഷേ അത് ഒരിക്കലും തന്നെ ഇതിനെ റദ്ദാക്കാനുള്ള കാരണമാകുന്നില്ല. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ ഈ സിനിമ കണ്ടിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ വളരെ പ്രിമിറ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ് അന്ന് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇന്നിപ്പോൾ കുറേയും കൂടി കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ്സ് വന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് അതും കൂടി ഉൾക്കൊള്ളിച്ച് ചെയ്യാൻ കഴിയണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ റിവ്യൂ കാണേണ്ടവർക്ക് അത് കാണാം. അതിൽ യൂട്യൂബ് ലിങ്ക് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. ഈ കൂട്ടത്തിൽ ഏറ്റവും അപകടകരമായൊരു റിവ്യൂ നടത്തിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ധ്രുവരാട്ടിയാണ്. ധ്രുവരാട്ടി നടത്തിയ ആ വീഡിയോ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭാഗം ഞാൻ എടുക്കുന്നുണ്ട്. ഇദ്ദേഹം ഇതിനെ പറഞ്ഞു വെക്കുന്നത് കേരളത്തെ അപമാനിച്ചു, അതല്ലെങ്കിൽ ഇതാണോ കേരളം എന്നുള്ള ലൈനൊക്കെ വിട്ട്. കാരണം ഇദ്ദേഹം കേരളത്തിന് വെളിയിലുള്ള ആളായതുകൊണ്ട് കേരളം എങ്ങനെയാണെന്നോ ഇസ്ലാം എങ്ങനെയാണെന്നോ അറിയാത്തൊരു വ്യക്തിയാണ്. ഒന്നാമത്തെ കാര്യം അത്. എന്നാൽ കേരളം എങ്ങനെ ആയിരിക്കണമെന്നും ഇസ്ലാം എങ്ങനെ ആയിരിക്കണമെന്നും അറിയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. കാരണം എന്താണ്, ഒരു നമ്പർ 1 ലെഫ്റ്റ് ലിബറൽ കപട മതേതരവാദിയാണെന്നേ ഞാൻ പറയുള്ളൂ. അതിൻ്റെ എല്ലാ ചോയും ഇതിനകത്ത് കാണാം. ഇദ്ദേഹമൊക്കെ ഇസ്ലാമിനെ പച്ചയ്ക്ക്
ന്യായീകരിക്കുന്ന വീഡിയോസ് പോലും ഉണ്ട്. അതായത് കാഫിർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ ഹിന്ദുക്കളെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളപൂശുന്ന ആളും കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇവർക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു പരിപാടിയുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന പണിയെടുത്താൽ പോലെ നമ്മൾ ചോദിക്കും. ഗ്രാഫിക്സ് വെച്ചും അതുപോലെയുള്ള ആ ഒരു പുഷിൻ്റെ ഭാഗമായിട്ട് ഒരു റീച്ച് ഉണ്ടായിട്ടുണ്ട്. നമ്മളും റീച്ച് വരുന്നൊരു കാലം വരുന്നത്, അപ്പോൾ നമുക്ക് ഏറ്റുമുട്ടാം. അപ്പോൾ തൽക്കാലം നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കാരണം ഇന്നിപ്പോൾ നമുക്കിവിടെ ഒരു ക്ലോസ് ടു 200K വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആകുന്ന കാലം ഇന്നാണ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാലം ഉണ്ടായിരുന്നല്ലോ 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാതിരുന്നൊരു കാലം. അപ്പോൾ അവിടുന്ന് ഇവിടം വരെ എത്താൻ കഴിയുമെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടും എത്താൻ അധികം സമയമൊന്നും വേണ്ട, കാത്തിരിക്കുക എന്നെനിക്ക് പറയാനുള്ളൂ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കൊന്ന് പണിയെടുക്കേണ്ടി വരില്ല, അല്ലാതെ തന്നെ നിങ്ങളുടെ മുഖം എക്സ്പോസ്ഡ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ വിളിച്ചു പോകുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അന്ന് അതിനൊരു മറുപടി എന്നോണം ഇംഗ്ലീഷിലാണ് അന്നൊരു വീഡിയോ ചെയ്തത്. അത് അധികം ആരും കണ്ടു കാണില്ല. എന്തായാലും അതിൽ പറഞ്ഞ വിഷയം കൂടി നമ്മൾ ഇന്നിവിടെ ഒന്ന് ഉൾക്കൊള്ളിക്കുകയാണ്. കാരണം അന്ന് ഞാൻ ആദ്യം മലയാളത്തിൽ ആ വീഡിയോ ചെയ്ത സമയത്ത് ധ്രുവരാട്ടിയുടെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമുക്കിന്നിവിടെ കാണാം. ഇനി ഇവിടെ എന്തുകൊണ്ട് ഇത് കാണണമെന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഒരു അടുത്ത വശത്തേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഇതിൽ പറഞ്ഞ ഇതിൻ്റെ കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നൊരു വിഷയം, അതായത് ഐസിസ് റിക്രൂട്ട്മെൻറ്റ്സിൽ തന്നെ ഐസിസ് ബ്രൈഡ്സ് എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട്, അതായത് ഐസിസിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോവുക എന്ന് പറയുന്നൊരു സംഗതി. എന്തുതന്നെയായാലും ഇവിടെ മൻമോഹൻ സിംഗ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് claimed that not a single ISIS operative had been found in India എന്നാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം 2017 അവർ റിപ്പോർട്ട് പുറത്തുവിടുകയാണ്. അതിനകത്ത് ദ ഇന്ത്യൻ ഗവൺമെൻറ് സെഡ് ഇറ്റ് ഹാസ് അറസ്റ്റഡ് 75 സസ്പെക്റ്റഡ് ഐസിസ് ടെററിസ്റ്റ് സോ ഫാർ ഹു ബിലോങ് ടു കേരള 21 പേര്, തെലങ്കാന 16 പേര്, കർണാടക 9 പേര്, മഹാരാഷ്ട്ര 8 പേര്, മധ്യപ്രദേശ് 6, തമിഴ്നാട് 4, ഉത്തരാഖണ്ഡ് 4, ഉത്തർപ്രദേശ് 3, രാജസ്ഥാൻ 2, ജമ്മു ആൻഡ് കാശ്മീർ 1, വെസ്റ്റ് ബംഗാൾ 1. ഇത്രയാളെ അറസ്റ്റ് ചെയ്തു. ഇതിൻ്റെ കണക്ക് പുറത്തുവിടുകയാണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടത് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 2020 ആകുമ്പോഴേക്കും കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് മൊത്തം റിക്രൂട്ട് ചെയ്യപ്പെട്ട ആളുകളുടെ ഒരു എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അതിൻ്റെ സിമ്പതൈസേഴ്സായിട്ട് നിൽക്കുകയും അതിൽ തന്നെ റിക്രൂട്ടിംഗ് ഏജൻസായിട്ട് പോലും വർക്ക് ചെയ്തിരുന്നത് കേരളത്തിൽ നിന്നുള്ള പുള്ളികളാണ് എന്നും കൂടി വരുമ്പോഴാണ് ഈ സിനിമയ്ക്ക് കേരള സ്റ്റോറി എന്ന് സിനിമയ്ക്ക് പേരിടേണ്ടി വരുന്നത്. അവിടെ കിടന്നിട്ട് കേരള സ്റ്റോറി എന്ന് സിനിമ പേരിട്ടേ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പേര് അത് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്ത മഹാനെയും കൂടി നമുക്ക് പരിചയപ്പെടാം. എപ്പോഴും പറഞ്ഞ പരിചയം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് അറിയുന്നാലും Rashid Abdullah was the leader of the 21 persons from Kerala who migrated to the IS stronghold in Afghanistan in May-June 2016. His wife Aisha alias Sonia was also in the group. An employee of Peace International School, Abdullah was drawn towards the ideology of the ISIS around 2014. He took the leadership of the Kerala module after the killing of Shajir Mangalasheri Abdullah. എങ്ങനെയുണ്ട്? Security agencies, however, have not confirmed the death of the ISIS leader. ഇതൊക്കെ ഇവിടെ കേരളത്തിൽ ഇവിടെ പത്രത്തിൽ നിങ്ങൾ വായിച്ച സംഗതികളായിരിക്കും. ഇതിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കേരള സ്റ്റോറി എന്ന് പേരിടുന്നത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക? അതേപോലെ ഈ റാഷിദ് അബ്ദുള്ള കൊല്ലപ്പെട്ടപ്പോൾ റാഷിദിൻ്റെ വൈഫായിട്ട് ഇവിടുന്ന് പോയിട്ടുള്ള ആയിഷ എന്ന് പറയുന്ന ആൾ, സോണിയ എന്നാണ് ഒറിജിനൽ പേര്, അവിടെ സറണ്ടർ ചെയ്യാണ്. അവിടെ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് നിലവിളി. ഇതാണ് അവിടെ കാണുന്നത്. ഇത് തന്നെയാണ് സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എനിക്ക് വീട്ടിൽ പോകണം തന്നെയാണ് അതിനകത്തെ കഥാപാത്രം പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് ആ കാലഘട്ടങ്ങളിൽ വർഷങ്ങൾക്ക് മുന്നേ വന്ന മനോരമയിൽ വന്നൊരു ന്യൂസ്, ഒരു റിപ്പോർട്ട് ഇന്നിപ്പോൾ സംഘി ചാനലുകൾ ഏറെ പ്രചരിപ്പിക്കുന്നൊരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ ക്രിസംഘികൾ എന്ന് പറയുന്ന ആളുകളും എന്ന് വെച്ചിട്ടിത് ശരിയല്ലാതെ ആകുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ സംഘി വന്നിട്ട് ഇപ്പോൾ രാത്രിയല്ല ഇവിടെ പകലല്ല രാത്രിയാണ്, ക്രിസംഗി വന്നിട്ട് പറയാണ് ഇവിടെ പകലല്ല രാത്രിയാണ് എന്ന് പറഞ്ഞാൽ രാത്രിയായിരിക്കെ നിങ്ങളുടെ സംഘി വിരുദ്ധത കാരണം നിങ്ങൾ അല്ല ഇത് പകലാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ അവർ പറഞ്ഞത് കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 2016 IS ചേരാനെ കാസർഗോഡ് പടവിൽ നിന്ന് പോയൊരു ചെറുപ്പക്കാരൻ നാട്ടിലുണ്ടായിരുന്ന തന്റെ സഹോദരിയോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ സമൂഹ മാധ്യമ ഇടങ്ങൾ മുടങ്ങാതെ ഫോളോ ചെയ്യണമെന്നാണ്. അതിലൂടെ ആ പെൺകുട്ടിയെയും അവളുടെ കൂട്ടുകാരെയും വരെ ആ സംഘടന ലക്ഷ്യമിട്ടു. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മലയാളത്തെ അല്ലെങ്കിൽ മലയാളികളെ ഇത്ര അധികം ടാർഗറ്റ് ചെയ്ത വേറൊരു സംഘടനയും ഉണ്ടായിട്ടില്ലെന്ന്. ഏത് മുക്കിലും മൂലയിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുള്ള ഈ നാട്ടിൽ ശരാശരി വരുമാനക്കാരുടെ മാത്രമല്ല അതിന് താഴേക്ക് ജീവിത നിലവാരമുള്ള കുടുംബങ്ങളിൽ പോലും സ്മാർട്ട് ഫോൺ ഒന്നെങ്കിലും കാണാതിരിക്കാൻ സാധ്യതയില്ലാത്ത സാമൂഹ്യ സാഹചര്യത്തിൽ
ചെറുപ്പക്കാരിലേക്ക് ഈ ആശയങ്ങൾ എത്തിക്കാൻ ഇതൊക്കെയാണ് വഴികളെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞായിരുന്നു നീക്കങ്ങളെല്ലാം. ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്ക് ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യും. നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികൾ ഇല്ലാതാക്കാൻ നോക്ക്. അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇട്, അല്ലെങ്കിൽ എന്താണ് ട്രക്ക് യൂസ് ചെയ്യുക, വണ്ടി യൂസ് ചെയ്യുക, എന്നിട്ട് എന്താണ് അവരെ ഗ്യാതറിംഗ്സിൽ അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ, തൃശ്ശൂർ പൂരമുണ്ട്, അതേപോലെ മഹാകുംഭമേള ഉണ്ട്, എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് അവിടെ. ഹിജ്റ ചെയ്ത് അഥവാ നാട് വിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തവർക്ക് നാട്ടിൽ നിന്ന് പ്രവർത്തിക്കാൻ ചില സിമ്പിളായ വഴികൾ അഫ്ഗാനിലിരുന്ന റാഷിദ് അബ്ദുള്ള ഉപദേശിച്ച ഒരു ഭാഗമാണ് ഈ കേട്ടല്ലോ. ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയി സൗകര്യം പോലെ ഇരുന്ന് കാണാം. എന്നിട്ട് ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന വിശ്വാസികൾ എന്ത് ചെയ്യണം, നേരെ മനോരമ ഓഫീസിൽ വിളിച്ചിട്ട് പറയുക, ഇങ്ങനൊന്നും പറഞ്ഞേക്കരുത്, കാക്കാമാർ ഇവിടെ എയറിലാണ് എന്നുള്ളതൊന്ന് നേരിട്ട് സൂചിപ്പിച്ചേക്കുക. ഇനി ഇവിടെ ധ്രുവരാട്ടിയിലെ ആ വീഡിയോ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പ്രധാന ആരോപണം നമ്മളുടെ എല്ലാ ആളുകളും ഇതിന് മുന്നേ റിവ്യൂ ചെയ്ത ആളുകളെല്ലാം പറഞ്ഞൊരു സംഗതി ഇതാണ്. 132,000 എന്ന് പറയുന്ന നമ്പറും അതോടൊപ്പം അത് വെച്ചുകൊണ്ട് കേരളത്തെ മലൈൻ ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം? കാരണം ഇവിടെ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ്സ് പോയത്. അപ്പോൾ 32,000 എന്നുള്ളത് മാറ്റിയിട്ട് 21 ആക്കുന്നു. അപ്പം തന്നെ ഇവർ പറയുന്നത് എന്താണ്, ഇത് അത്ര വലിയ നമ്പറാണോ എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ ഇതിനെ ന്യായീകരിക്കുന്നത്. നമ്മൾ പറയുന്നത് ഒരാൾ പോലും പോകാൻ പാടില്ല എന്ന സ്ഥാനത്താണ് ഇവിടെ 21 ആൾ കേരളത്തിൽ നിന്ന് മാത്രം പോയിട്ടുള്ളത്, 200ഓളം ആളുകൾ വേറെയും പോയിട്ടുള്ളത് മൊത്തം ഇന്ത്യയിൽ നിന്ന്. അങ്ങനെ ഇപ്പോൾ നിലവിൽ 6-7 പേര് അഫ്ഗാനിൽ അവിടെ ജയിലിൽ കിടക്കുന്നു, കൊല്ലപ്പെട്ട ആളുകൾ വേറെ. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ ഇവർ പറയുന്നത് ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല എന്ന് പറയുന്നു. നമ്മളുടെ നാട്ടിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് ബെഹ്റയെ പോലെയുള്ള ആളുകൾ, അതിനു മുന്നേ ഉള്ള പോലീസ് ചീഫ്, ഇവരെല്ലാവരും പോകുന്ന സമയത്ത് പറയുന്ന ഒരു സാധനം എന്താണ്, കേരളത്തിൽ മൊത്തം ഐസിസ് സ്ലീപ്പർ സെല്ലാണെന്ന് പറയും. എന്നാൽ പണിയിൽ ഇരിക്കണ സമയത്ത് ഇവർ പറയൂല, പറഞ്ഞാൽ അവരുടെ കഞ്ഞിയൂടി മുട്ടാൻ കാരണം തലയുണ്ടെങ്കിലാണല്ലോ കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അവർ പറയാതിരിക്കുകയാണ്. ഇപ്പോൾ ഈരാറ്റുപേട്ടയിലെ വിഷയത്തിൽ പോലും നമുക്ക് കാണാം, 4-5 മാസം മുന്നേ എന്താ അവിടെ സംഭവിച്ചത്. കേരളത്തിൽ ഈ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സ്ഥലം, ഭീകരവാദ പ്രവർത്തനങ്ങൾ പോലും ഉണ്ടാകുന്ന സ്ഥലം, അതിൽ തന്നെ പല ഭീകരപ്രവർത്തനങ്ങളിലും പിടിക്കപ്പെട്ട് ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ പോലും ഈരാറ്റുപേട്ടുകാരായിട്ടുള്ള ആളുകൾ, പോപ്പുലർ ഫ്രണ്ടുകാർ വരുന്നു. അപ്പോൾ ഇവിടെ ഒരു റിലീജിയസ് പ്രോബ്ലം ഉണ്ട്, ഇവിടെ ഭീകരവാദത്തിൻ്റെ ഒരു കേന്ദ്രമാണ് എന്ന് അവിടുത്തെ പോലീസ് ചീഫാണ് പറയുന്നത്. അങ്ങനെ SP പറഞ്ഞപ്പോൾ SP എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കഥയാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം, കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുള്ള കാര്യം ഒരു പോലീസ് ചീഫിന് ആ ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്ക് പോലും പറയാൻ സാധിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യം എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു സിനിമാക്കാരന് പറയാൻ കഴിയില്ല എന്നുള്ളത് നമ്മളിവിടെ കാണുന്നു. ഞാനിതിവിടെ പറയുമ്പോൾ എന്നെ മുസ്ലിം വിരുദ്ധനാക്കുന്നു. എനിക്കിത് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. മുസ്ലിങ്ങളുടെ ഇടയിലുള്ള തീവ്രവാദം, അത് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൂടി ഇവിടെ ഉള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്നേ. അത് നമുക്ക് പറയാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുക? അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് മുഴുവൻ ഇത് കേരളത്തെ അപമാനിച്ചു എന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുക, ഈ 21 പേരിൽ ഭൂരിഭാഗം ആളുകളും പോയത് കാസർഗോഡ് നിന്നാവുമ്പോൾ ഈ സിനിമയെ ശരിക്കും കാസർഗോഡ് സ്റ്റോറിയിൽ നിന്ന് ഇടുകയല്ലേ വേണ്ടത് എന്ന് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാമല്ലോ, ബാക്കിയുള്ള ജില്ലക്കാർക്ക്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള മുടന്തൻ ന്യായങ്ങൾ കണ്ടുപിടിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ പറയാനുള്ളത് ഒറ്റ കാര്യമാണ്, തീവ്രവാദം എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. അതിൽ തന്നെ ഇസ്ലാമിക തീവ്രവാദമെന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു പ്രശ്നമായിട്ട് ഇവിടെ മാറിയിരിക്കുന്നു. എന്തുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ആദ്യം സമ്മതിച്ചാലല്ലേ നമുക്കതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റൂ. ഇവിടെ പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കുന്നവരെയും പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കണമെന്ന് പറയുന്നവരെയും ഇവിടെ സംഘിച്ചാപ്പയടിച്ച് ഒതുക്കാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അധികം കാലം ഇത് പോകില്ല എന്നത് തന്നെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ പരിപ്പ് നമ്മളൊന്ന് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ കേരളത്തിൻ്റെ പെൺകുട്ടികൾ ഇങ്ങനെയാണോ, അതുപോലെ കേരളം ഇതാണോ കേരളം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് ചോദിക്കാൻ പറ്റിയ ചോദ്യം ഇതേത് കാസർഗോഡ് എന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി നമ്മളിവിടെ ഈ എന്തുകൊണ്ട് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇതിൽ ആദ്യത്തെ ഭാഗം ഈ പറയുന്ന സംഗതികളാണ്. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്സ്, ഇസ്ലാമിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മൾ ഇതിനകത്ത് പരാമർശിക്കുന്നു. ഇനി അതോടൊപ്പം നമ്മൾ കാണേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ കൺവേർഷൻ ജിഹാദ്, സെക്ഷൽ പ്രിഡേഷൻ, അതുപോലെ ജിഹാദിൻ്റെ കുറേ കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. അതും കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം. ഇന്നിപ്പോൾ നമ്മൾ ഒരു പങ്കുവച്ച വീഡിയോ ഉണ്ട്, കടക്ക് പുറത്ത് എന്ന് ബ്രിട്ടനിൽ ഒരു ജിഹാദിയായിട്ടുള്ള ബ്രൈഡിനോട് പറഞ്ഞു. അവർ UK നിന്ന് പോയതാണ് 2019.
ഇതുപോലെ 15 വയസ്സുള്ള സമയത്താണ് പുറത്തേക്ക് പോകുന്നത്, സിറിയയിലേക്കാണ് പോയത്. അപ്പോൾ തിരിച്ച് അവിടെ ചെന്ന് പിടിക്കപ്പെടുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരെ UK ഗവൺമെൻറ് അവരുടെ സിറ്റിസൺഷിപ്പ് അങ്ങ് റദ്ദാക്കി. ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. അവർ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ വിധി വന്നത്. ഇങ്ങോട്ട് വരണ്ട, എവിടെയാണുള്ള അവിടെ കിടന്ന് ചത്തോ എന്ന് പറയുന്നതാണ് അവർ ചെയ്തത്. അപ്പോൾ ഇവിടെ നിലവിളിയാണ്. അതായത് വട്ട് യു വാണ്ട് ടു ഡിമണൈസ് അസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളി, ഇരവാദം, പച്ച ഇരവാദമാണ് ഇപ്പോൾ നടത്തുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ടാ, നിങ്ങളുടെ സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഞാനൊരു തീവ്രവാദി ആയതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിലവിളി, കൊടും നിലവിളി. ഇവിടെയാണ് നമ്മൾ തോറ്റുപോവുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് മുൻകൂട്ടി കണ്ട് ഇതിന് വേണ്ട പണികൾ ചെയ്യണം. ഇതിന് ബാക്കിയുള്ള മതം ഉള്ള ആളുകൾ, മതമില്ലാത്ത ആളുകൾ ഇറങ്ങിത്തിരിക്കണം, ഇതിനെ കോൾ ഔട്ട് ചെയ്യണം, രാഷ്ട്രീയക്കാരിറങ്ങണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ചു വന്നിട്ട് നിങ്ങൾ കാരണമാണ് ഞാൻ തീവ്രവാദിയായതെന്ന് പറഞ്ഞ ആ കരച്ചിലും കൂടി നിലവിളിയും കൂടി നമ്മൾ ഉത്തരം പറയേണ്ടതായിട്ട് വരും. ഇതാണിപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുക്കത്തെ ഇരവാദമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ സ്റ്റേറ്റിലെ പോരായ്മകളാണ് എന്നെ തീവ്രവാദിയാക്കിയത്. എങ്ങനെ ഉണ്ടാവും? ഇനി ഈ സംഭവം സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടായിട്ട് നമുക്ക് വായിക്കാൻ കിട്ടുന്നത് ഇതുപോലെ ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് ISIS റിക്രൂട്ട്മെൻറ്റ് ഓഫ് വിമൻ ഫ്രം ദ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട്, ജോർജ് ടൗൺ വിമൻ പീസ് എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ അവരുടെ ഒരു റിപ്പോർട്ടാണ്. കുറേ റെഫറൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനകത്ത് നിങ്ങൾക്ക് വായിക്കാം. അതിൽ ചില പാസേജസ് ഉണ്ട്. ISIS ഹാസ് ടാർഗറ്റഡ് എ നമ്പർ ഓഫ് യങ് ഗേൾസ് from the West to become jihadi brides. Recent examples include British schoolgirls Shamima Begum. ഏതാണ് ഇപ്പോൾ നമ്മൾ കണ്ട ആൾ? ഷമീമ ബീഗം, 15 വയസ്സ്. ഖദീജ സുൽത്താന, 16, and another 15-year-old schoolmate. And Austrian friends Samra Kesinovic, 16, and Sabina Selimovic. As the trafficking definition states, coercion and or fraud are not required where a child is involved. ഇതൊക്കെ കുട്ടികളാണ്, മൈനേഴ്സാണ് ഈ പോയിരിക്കുന്നത്, 18 വയസ്സിന് താഴെയുള്ള ആളുകൾ. റിഗാർഡ്ലെസ് ഓഫ് ദ ഏജ് ഓഫ് റിക്രൂട്ട്സ്, ഡിസെപ്ഷൻ ഈസ് ഓൾസോ പ്രസൻറ്റ്. ISIS റിക്രൂട്ട്സ് women and girls using fraud and abuse of a position of vulnerability. Among other means, recruiters frequently describe the glory and honor of being the wife of a jihadi. ഇത് തന്നെയാണ് നമ്മളുടെ അഖില ഹാദിയ ആ കുട്ടിയെയും അവിടെയൊക്കെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. ലിവിങ് ഇൻ ഉട്ടോപ്പിയ. Without mention of the extreme violence perpetrated by ISIS or the possibility that these girls will contribute to and find themselves subject to such violence. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. കുട്ടികളെ കൊണ്ടുപോകുന്നു, അങ്ങനെ അവരിതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ചുള്ള വലിയ വലിയ ധാരണകൾ കൊടുക്കുന്നു. അവിടെ ഒരു വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കുന്നു. ജിഹാദിയുടെ ഭാര്യയായിട്ട് ജീവിച്ചാൽ കിട്ടാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഉണർത്തി കൊടുക്കുന്നു. ഇതാണ് അവിടെ റിക്രൂട്ട്മെൻറ്റിൽ നടക്കുന്നത്. ഇനി അതുകൂടാതെ അവിടെ ഫ്രോഡ് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അബ്യൂസ് ഓഫ് പൊസിഷൻ ഓഫ് വൾണറബിലിറ്റി. ഇതിപ്പോൾ UK നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമുണ്ട്, ഈ ഗ്രൂമിങ് ഗാങ്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അതിലേക്ക് ഇതും കൂടി അവിടെ ചേർത്താണ് ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൂമിങ് ഗാങ്സിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ വൾണറബിൾ ആയിട്ടുള്ള കുട്ടികളെ പിടിച്ച് സെക്ഷലി ഉപയോഗിക്കുന്നു, അബ്യൂസ് ചെയ്യുന്നു, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് വേറെ നമുക്ക് പറയാവുന്നൊരു കാര്യമാണ്, ഇതുമായിട്ട് നേരിട്ട് ഇപ്പോൾ ബന്ധമില്ല. എന്തായാലും ഇങ്ങനെയാണ് കുട്ടികളെ കൊണ്ടുവന്നത്, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ. ഇനി another recruiter reported that she was given in marriage to a jihadi who told her that as she was his gift, he could give her to his friends and colleagues. എന്താണ് നമ്മൾ ഇതിനകത്ത് കണ്ടത്? കേരള സ്റ്റോറിയിൽ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആ നമ്മുടെ നടിയെ അവരുടെ ബാക്കിയുള്ള ആളുകൾ കൂടി റേപ്പ് ചെയ്യുന്നതുമൊക്കെ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞു വെക്കുന്നു. ഇതൊക്കെയാണ് അവിടെയും കാണാനുള്ളത്. ഇതവിടെ നടക്കുന്ന കാര്യമാണ്. After she was passed around and had fainted, she woke up in a strange safe house with several other women being trained for a jihadi mission. One girl refused the instructors reported that she had been eviscerated and chopped up into several pieces. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വളരെ ഗോർ ആയിട്ടുള്ള സംഗതികളാണ്. ഇനി അതേപോലെ പല സാധനങ്ങൾ അതിൻ്റെ ആ മാർക്ക് ചെയ്ത ഭാഗമൊന്ന് വായിച്ചേക്കാം. It was horrible. I had to get married if I wanted to leave that place, she said. Her disenchantment would be expounded by the time she remarried. She described rampant drug abuse, and a thriving sex trade in a city where people were killed for no reason. She recalled clashes between ISIS fighters and described a group of French ISIS brides who used to abuse Captagon
an amphetamine based drug nicknamed jihadi pill. ഈ സിനിമയിലും ഒരു ഗുളിക കൊടുക്കുന്നതുമായിട്ട് ഉള്ള ഒരു പരാമർശം നിങ്ങൾക്ക് കാണാം. ഒബ്വിയസ്ലി ഇതൊരു ഡ്രാമ മോഡ്, ഒരു സിനിമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് അതിനകത്ത് എക്സാജറേറ്റഡ് ആണ്. അത് അവിടെ നമുക്ക് കാണാം. എന്തായാലും ഇങ്ങനെ ഒരു സാധനവും അവിടെ ഉണ്ട്. ഡ്രഗ് അബ്യൂസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു സെക്സ് ട്രേഡ് പോലെ അവിടെ നടക്കുന്നു. ഇതാണ് അവിടെ നടക്കുന്നത്. ഇനി ഇതിൽ പിടിക്കപ്പെട്ട് അവിടുത്തെ സെൻറ്റേഴ്സിൽ ജീവിക്കുന്ന ആളുകൾ, അവരുടെ ചില വാചകങ്ങൾ. ഐ കെയിം ഫോർ ദ ജിഹാദ്. ഈ ലേഡിയുടെ പേര് ഖദീജ എന്നാണ്. ഖദീജ അൽ ഹുംറി കെയിം ടു റക്ക ബൈ ചോയ്സ്. അത് ഇറാഖിലെ സ്ഥലമാണ്. ഐ കെയിം ഫോർ ദി ജിഹാദ് ഫോർ ഷറിയ ആൻഡ് ദ ഇസ്ലാമിക് സ്റ്റേറ്റ്, the 29-year-old Tunisian woman said, roughly 4 years after leaving her hometown along with her first husband. I really believed that there was a state where we would live like the prophet. ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു ലക്ഷ്യം ഇവരുടെ മനസ്സിലേക്ക് നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ കൊടുത്തു വെക്കുന്നു. നിങ്ങൾക്ക് അവിടെ പോയാൽ എങ്ങനെയാണോ ആട് മേച്ച് മുഹമ്മദ് ജീവിച്ചത് അതേപോലെ നിങ്ങൾക്കും ജീവിക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഉമറിൻ്റെ ഭരണം നിങ്ങൾക്ക് കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് ഈ കൊണ്ടുപോകുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ലൈഫ്. ഇത് ഇനി റിയൽ ലൈഫിൽ ആളുകൾ പറയുന്നത് കേൾക്കണമെങ്കിൽ അത് നമുക്ക് അവസാനം കേൾക്കാം. ഇതാണ് അവിടെ നടക്കുന്നത്. ഇനി മറ്റൊരു സംഗതി, റേപ്പ് ആൻഡ് സ്ലേവറി വാസ് ലൂർ ഫോർ UK ISIS റിക്രൂട്ട്സ് വിത്ത് ഹിസ്റ്ററി ഓഫ് സെക്ഷൽ വയലൻസ്. ഇത് വാർത്തകളാണ്. അപ്പോൾ ഇതുപോലുള്ള വാർത്തകളും ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഡെപിക്ഷൻസുമാണ് ഈ മൂവിയിലുള്ളത് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക? ഈ സംഗതികളെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? അത് കേരളത്തെ കാണിച്ചപ്പോൾ അത് കുറച്ച് കൂടിപ്പോയി, അത് ഇന്ത്യയെ കാണിച്ചപ്പോൾ കുറച്ച് മാറിപ്പോയി, ഇസ്ലാമിനെ കാണിച്ചപ്പോൾ അത് കുറച്ച് കുഴിഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇതിനെ റദ്ദാക്കേണ്ടത്? അപ്പോൾ നിങ്ങൾ സിനിമയായിട്ട് കാണുക, അതല്ലെങ്കിൽ ഇത് ഡോക്യുമെൻ്ററി ആണെന്ന് സമ്മതിച്ചാൽ ഇതിനകത്ത് പറഞ്ഞുള്ള ആക്സെപ്റ്റ് ചെയ്ത് മുഴുവൻ കണ്ട് അവിടെ വിഴുങ്ങിയിട്ട് മിണ്ടാണ്ടിരിക്കുക. ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്യണം. സിനിമയാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഈ സാധനത്തിനെ റദ്ദാക്കാൻ വേണ്ടി നടക്കരുത്. അതാണ് ഞാൻ പറയുന്നത്. റദ്ദാക്കാനുള്ള പറച്ചിൽ നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷേ കാണാൻ പോകുന്ന ആളുകളെയും കൂടി പിന്തിരിപ്പിക്കുന്ന രീതിയിൽ ഒരു റിവ്യൂ ചെയ്ത് സാധനങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പരിപാടി അതിവിടെ ഉണ്ട്. അത് ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ പറയാം. ആ പോകുന്ന ആളുകളെ സംഘിച്ചാപ്പ അടിച്ചുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കുക, അതൊരു മാനിപ്പുലേഷനാണ്. നിങ്ങൾക്ക് നെഗറ്റീവ് റിവ്യൂ പറയാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കാണുന്നവർ മുഴുവൻ സംഖ്യയാണ്, സംഖ്യകളല്ലാതെ ആരും ഇത് കാണില്ല എന്ന് പറയുന്നത് തെറ്റായ ഒരു നടപടിയാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞു വെക്കുന്നു. ഇനി ഈ സംഗതിയിൽ ഈ സിനിമയിൽ ഡെപിക്റ്റ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഈ ഐസിസും ജിഹാദും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് പറഞ്ഞ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അത് ഒന്ന് കാണുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ട്രെയിലർ നമുക്കിവിടെ ഒന്ന് പ്ലേ ചെയ്യിക്കാം. ഏതായാലും ഒരു ഫ്രീ പ്രൊമോഷൻ ആവട്ടെ. പച്ചപ്പ്. Shalini Unnikrishnan, a Hindu from Kerala. Tell me, when exactly you joined ISIS? आईसिस कब ज्वाइन किया ये जानने के लिए क्यों ज्वाइन किया और कैसे ज्वाइन किया ये जानना ज़रूरी है सर. इस दुनिया को ആ സീൻ കണ്ടപ്പോൾ ഒരു കാര്യം പറയണമെന്ന് ഞാൻ വിചാരിക്കുകയാണത് ഈ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ ചെയ്തിട്ടുള്ള സാധനമാണ്. അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ 3-4 പേരുള്ളൊരു മുറിയാണ് ഇതേപോലെ തന്നെ. അപ്പോൾ കട്ടിലിങ്ങനെ വരിക്ക് ഇട്ടിട്ടാണ് ഞങ്ങൾ കിടക്കുക. 3 കട്ടിലുണ്ട്. ആ കട്ടിലിൻ്റെ ഒരു അറ്റത്ത് നിസ്കരിക്കാനുള്ളൊരു സ്ഥലം ഞാൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ആ ഹോസ്റ്റലിൽ കൂടി നിസ്കരിക്കുന്ന എനിക്ക് തോന്നുന്നു 1-2 ആളേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഞാനാണ്, മറ്റേത് വേറെ ഒരു മുറിയിലുള്ള വേറെ കുറേ ആളുകളാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കേണ്ടത്, നിസ്കരിക്കേണ്ട സമയമാകുമ്പോൾ ഇവരെന്തൊക്കെ കളി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിലും ഞാൻ അവിടെ സമയമാകുമ്പോൾ പായ വിരിച്ചിട്ട് നിസ്കരിക്കും. ഇതായിരുന്നു എൻ്റെ പരിപാടി. ചില സമയത്ത് അത് ചെയ്യാൻ കഴിയില്ല, ചിലപ്പോൾ അവർ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ സാധനം ഈ പറയുന്ന നിസ്കാര മുസല്ല എടുത്ത്, ഇപ്പോൾ ഞാനിവിടെ കാല് തുടയ്ക്കാൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ, നല്ല സാധനമാണ്, വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ആ സാധനം എടുത്തിട്ട് ഞാൻ അപ്പുറത്തെ നമ്മളുടെ ചേട്ടന്മാരുടെ മുറിയിലേക്ക് പോകും. അവിടെ കുറച്ച് 1-2 ആൾക്കാരുണ്ട് ഇതേപോലെ ചെയ്യുന്നവർ. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ഇതേപോലെ നിന്ന് ചെയ്യും. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയും, അതെ ആരിഫ് വന്നു, എല്ലാവരും സൈലൻ്റ് ആവും എന്ന് പറഞ്ഞിങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും സൈലൻ്റ് ആവും. അപ്പോൾ ഞാനത് നോക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്, ഓ കൊള്ളാലോ. അപ്പം ഇത് നമുക്കൊരു അഡിക്ഷൻ ആകുമ്പോൾ പിന്നെ എന്താ ചെയ്യുക, ഇത് ആവർത്തിക്കും. അപ്പോൾ ഇത് നമ്മൾ ഖുർആനിൽ പറയുന്നത് എന്താണ്, നിങ്ങൾ വേറൊരാൾ കാണാൻ വേണ്ടിയിട്ട് നിസ്കരിക്കരുത് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. വേറൊരാൾ കാണാൻ ഫവൈലുലിൽ മുസല്ലീൻ എന്ന് പഠിപ്പിക്കുന്നു. നിസ്കരിക്കുന്നവർക്കാണ് നാശം.
അല്ലത് ആ പറയുന്ന സാധനത്തിൻ്റെ അടിയിൽ വരുന്നത് എന്താണ്? നിങ്ങൾ വേറെ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നു, അത് നിങ്ങളുടെ നിയ്യത്ത് തെറ്റാകുന്നു എന്നുള്ളൊരു സാധനമാണ് അവിടെ വരുന്നത്. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. നിങ്ങളിത് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ആരാധന, ആ ഒരു നിർബന്ധം, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് നിങ്ങളെ ചുറ്റുമുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് സിഗ്നൽസ് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ മതത്തിനെ ആ ഒരു ഡിസിപ്ലിൻ നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് കാണിച്ചിട്ട് അവർക്കൊരു ആകൃഷ്ടത തോന്നിക്കുക. അത് നിങ്ങളിലേക്കല്ല, മതത്തിലേക്കാണ് അത് വരിക. ഇതാണ് നമ്മളുടെ തലയിലേക്ക് വെച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഇനി നിസ്കരിച്ചതാണെങ്കിൽ കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ പോയിട്ട് 2 റക്അത്ത് സുന്നത്തെങ്കിലും പോയി നിസ്കരിക്കുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. ഇതാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇത് ചെയ്യാത്ത ആളുകൾക്ക്, ഇത് കാണാത്ത ആളുകൾക്ക് ഇത് പറഞ്ഞൊരിക്കലും മനസ്സിലാവില്ല. ഇവിടുത്തെ അഴകുഴമ്പൻ മുസ്ലിങ്ങൾ എത്ര പേര് ഇത് ചെയ്തിട്ടുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അഴകുഴമ്പൻ മുസ്ലിങ്ങളിൽ ആരും ഇത് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ അവരെ മാറ്റി വെക്കാറ്. ഒരു 60-70% അഴകുഴമ്പൻ മുസ്ലിങ്ങൾ. ഇത് അതിന് ശേഷമുള്ള ആളുകളുടെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അതിൽ ഈ പഠിക്കുന്ന, ഇത് പ്രാക്ടീസ് ചെയ്യാനും ഇതിനെ അന്വേഷിച്ച് നടക്കാനും ഒക്കെ ഉള്ളൊരു 10-20% ആൾക്കാരുണ്ട്. അതും കഴിഞ്ഞ് മുകളിലേക്ക് ഒരു 10% വരുന്ന ആളുകളാണ് ഇതിൻ്റെ തീവ്രമായ ഇസ്ലാം കൊണ്ട് നടക്കുന്നത്. ആ 10% പെട്ട ആളായിരുന്നു ഞാനെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മളുടെ ഉദ്ദേശം എന്ന് പറയും, നമ്മളൊരു അമുസ്ലിമായിട്ടുള്ളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ, നമ്മളെ ടീച്ചറായിക്കോട്ടെ, നമ്മളെ കൊളീഗ് ആയിക്കോട്ടെ, കൂട്ടുകാരനായിക്കോട്ടെ, രോഗി പോലും ആകുമ്പോൾ, ഞാൻ ക്ലിനിക്കിലിരിക്കുന്ന സമയത്ത് രോഗികൾ പോലും നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലൂടെ പോയിക്കൊണ്ടിരുന്ന സാധനമാണ്, ഇവനെ എങ്ങനെയെങ്കിലും നമുക്ക് മതത്തിലേക്ക് കൊണ്ടുവരണം. അതിനൊരു ഗ്യാപ്പ് കിട്ടിയാൽ അത് ഇടയ്ക്കൊന്ന് ഇങ്ങനെ മതം ഒന്ന് കയറ്റിവിടും, ഒന്ന് പൊക്കിയടിക്കും. അങ്ങനെ ഇത് ഇങ്ങനെ ഒരു ഫ്രീ പരസ്യം, ഒരു ദഅവ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ നമ്മൾ റിവേഴ്സ് ദഅവ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ സിനിമയിലുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഇതിനകത്ത് ഈ എന്താണ് കൺവേർഷൻ ജിഹാദ് എന്ന് പറയുന്ന സാധനം 100 മാർക്ക് ഞാൻ കൊടുക്കാൻ കാരണം അത് തന്നെയാണ്. കാരണം ഇത് വളരെ കറക്റ്റായിട്ട് തന്നെയാണ് ഇതിനകത്ത് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കാണാത്ത മൂവി റിവ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അത്ഭുതമായിട്ട് തോന്നിയേക്കാം. അത് നിങ്ങൾ തെറ്റു പറയുന്നില്ല. ബിക്കോസ് യു തിങ്ക് ദാറ്റ് യു നോ ഇസ്ലാം ആൻഡ് ദ മുസ്ലിംസ് ബെറ്റർ ദാൻ അസ് എന്നുള്ള പ്രശ്നം അതൊന്ന് അവിടെ ഓർത്താൽ മതി. അതാണ് അതിൻ്റെ കാരണം. ഓക്കെ, इस दुनिया को सिर्फ अल्लाह चलाता है, ओनली अल्लाह. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഇവിടുത്തെ ഈ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്ക്രീനിൽ, ഈ ചാറ്റ് ബോക്സിൽ എത്ര പേരത് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളൊന്ന് നോക്കിയേ. ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ എത്ര പേരത് പറഞ്ഞിട്ടുണ്ടാവും എന്ന് നോക്കിയേ, കാക്കാമാർ വന്നിട്ട്. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ ഇന്നലെയൊക്കെ നമ്മൾ മിനിയാന്നോ പല ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസിനൊക്കെ താഴെയുള്ള കമൻറ്റ്സ്, ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ്, ഇതൊക്കെ എടുത്ത് നിങ്ങൾ നോക്കുക. എല്ലാത്തിലും ഒരു കമൻറ്റെങ്കിലും ഉണ്ടാവും. നീ ഇങ്ങനെ പറഞ്ഞോ, ഇസ്ലാം വളരുകയാണ്, പെറ്റുകൂട്ടുകയാണ് ഞങ്ങൾ, ഇത് നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു നാൾ വരും, അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ഇങ്ങനെ ഇതിനകത്ത് ഈ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഇതിനിങ്ങനെ പൊക്കിയടിച്ചുകൊണ്ടിരിക്കും വെറുതെ നടക്കുമ്പോഴാണെങ്കിലും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം ജോലിക്ക് കയറിയ ഒരു സ്ഥലത്ത് അവിടെ ഒരു 4-5 ഡോക്ടേഴ്സാണുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു ഗ്യാപ്പ് വരുന്ന സമയത്ത്, റീസസിൻ്റെ സമയത്ത് ചായ കുടിക്കാനിരിക്കുമ്പോൾ പോലും ഈ മതം എങ്ങനെയെങ്കിലും ഞാൻ അവിടെ വലിച്ചുകൊണ്ട് വരുമായിരുന്നു. എന്നിട്ട് ആ മതം പറയും, എന്നിട്ട് അവരെ നമ്മൾ ഇങ്ങനെ ഒരു ഇൻഫീരിയോറിറ്റി അവർക്ക് ഉണ്ടാക്കും. ഇതായിരുന്നു നമ്മളെ പരിപാടി. ഒരു ഒന്നാന്തരം ഒരു സൈക്കോ ആയിട്ട് തന്നെയായിരുന്നു അന്ന് നമ്മൾ നിലനിന്നിരുന്നത്. കാരണം അങ്ങനെയാണ് ഈ ദഅവ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് അവർ നോക്കുമ്പോൾ ഓക്കെ, നമ്മൾ മതത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, പൊക്കിയടിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതിനെ മാർക്കറ്റ് ചെയ്യുകയാണ്. ഇതിനെ ദഅവ എന്ന് പറയുന്ന സാധനം അത് തന്നെയാണ്. ഇതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടു, അവർ രാത്രി നടന്നു വരുമ്പോൾ അവരുടെ സംസാരത്തിൽ പോലും അവർ വെക്കുന്നത് ഇത് തന്നെയാണ്. ഇതുകൊണ്ടാണ് ഇതിന് 100 മാർക്ക് ഞാൻ കൊടുത്തത്. ഇത് ഏത് മുസ്ലിമാണെന്ന് ഞാൻ ചോദിച്ചു. जरूरत पड़े तो उन्हें प्रेग्नेंट करो और जल्द से जल्द अगले मिशन के लिए हमें हैंडओवर करो. तुम लोगों ने बताया नहीं तुम कौन से गॉड को मानता? कौन से गॉड? बिग गॉड. जो गॉड अपनी वाइफ के मरने पे ऐसे कॉमन मैन की तरह रोता हो, वो गॉड कैसे हो सकता है? ഓക്കെ, ഇത് ചോദ്യമാണ് നമ്മളും പണ്ട് ചോദിച്ചിട്ടുള്ളത്. മലയും പൊക്കി പറക്കുന്ന ഹനുമാൻ, കാലിൻ്റെ അടിയിൽ അമ്പ് കൊണ്ടിട്ട് ചാവുന്ന ദൈവം, അതുപോലെ പലതും, സരയൂ നദിയിൽ മുങ്ങിച്ചാവുന്ന ദൈവം, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കും. പാമ്പിനെ കഴുത്തി ചുറ്റിക്കൊണ്ട് നടക്കുന്ന ദൈവം. ഇതിൽ പറയാത്തതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ രാത്രി ഇരുന്നിട്ട് കാണുന്ന സീരിയൽ ഒക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ചില സിനിമകളൊക്കെ ഉണ്ടല്ലോ ദൂരദർശനിലൊക്കെ വന്നിരുന്നത്. ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഇതായിരുന്നു പറയില്ല, ഇതെന്താ അവർ ഈ കാണിക്കുക, ഇതാണോ ഹിന്ദു മതം എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കിയിരുന്നൊരു കാലം. ഇതാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇത് നമ്മൾ അന്ന് കണ്ടിട്ട് നമ്മൾ പിന്നെ നിത്യജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ മതം ഈ പറയുന്ന മതമാകുമ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളവിടെ കളിയാക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാൻ മാത്രമല്ല, ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉമ്മ അത് പറയും, വാപ്പ അത് പറയാറുണ്ട്.
പറയാറില്ല കേട്ടോ, അതുള്ളത് ഞാൻ പറയുമല്ലോ. വാപ്പ ഇതൊക്കെ സൈലൻ്റായിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരാളാണ്. എൻ്റെ ബലമായ സംശയം വാപ്പ പണ്ടേ ഒരു 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 വിറകുകൊള്ളി ആയിരുന്നു എന്നുള്ളത് എൻ്റെ ബലമായ സംശയമാണ്. എന്തായാലും ഇത് ഉമ്മയൊക്കെ എപ്പോഴും പറയുന്നതാണ്, അതുപോലെ മറ്റുള്ള പല കുടുംബക്കാരും ഇത് പറയുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാറുണ്ട്. ഓക്കെ, हिजाब पहनी एक भी लड़की के साथ हिजाब ना ही होना। कभी रेप होता है, ना ही कभी कोई उन्हें छेड़ता है, बिकॉज अल्लाह ऑलवेज प्रोटेक्ट्स अस. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ലോകത്ത് ഒരു ജാക്കി മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജാക്കി വെപ്പ് ഹജ്ജിൻ്റെ സമയത്ത് നടക്കുന്നത് ആ സൗദിയിലെ ആ ബ്ലാക്ക് ബോക്സിൻ്റെ ചുറ്റുമാണെന്നുള്ള കണക്ക് വേറെ ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്? ഹിജാബ് അങ്ങ് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. ഇവിടെ ഇറാൻ പോലെയുള്ള സ്ഥലങ്ങൾ, ഈജിപ്ത് പോലെയുള്ള സ്ഥലങ്ങൾ, അതുപോലെ മറ്റു പല മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഈ ഹിജാബീസ് ആയിട്ടുള്ള ആളുകൾ 60% ആയിട്ടുള്ള മുസ്ലിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ലൈഫ് ടൈം ദേ ഹാവ് എക്സ്പീരിയൻസ്ഡ് എ റേപ്പ് അറ്റംപ്റ്റ് എന്നുള്ളതാണ് അവിടുത്തെ കണക്ക് വരുന്നത്. 60% ആൻഡ് അബവ്, അതായത് ഹിജാബ് ധരിക്കുന്ന സ്ഥലം. ഇതാണ് അവിടുത്തെ ഒരു കണക്കുകൾ പറയുന്നത്. എന്നിട്ടാണ് ഇവിടെ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത് ഇങ്ങനെ. പക്ഷേ ഇത് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇന്ന് ഈ പറയുന്ന ഇൻ്റർനെറ്റും നമ്മളെപ്പോലെയുള്ള എമുക്കുകളുള്ളത് കൊണ്ട് ഇതൊക്കെ പൊളിച്ച് ഇങ്ങനെ കാണിച്ചു വെക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. പണ്ടതല്ല, ഇതറിയാത്ത ആളുകളെടുത്ത് അത് എളുപ്പമാണ്, മറ്റു മതക്കാരായിട്ടുള്ള ആളുകളെടുത്ത് അത് എളുപ്പമാണ്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഹിജാബ് ആ ഒരു സാധനം തലയിലിട്ടിട്ട് ആളുകളെ പറ്റിക്കുന്ന പരിപാടി, അതിലും അവർ വഴി വെക്കുന്നത് ഇത് തന്നെയാണ്. ഈ ഒരു സാധനം അതിനോട് അവർക്കൊരു താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് അവർ പലതും ചെയ്യുന്നു. ഇതിനകത്ത് ഡ്രാമയുണ്ട്, അത് നിങ്ങൾ വിട്ടേക്കുക, കാരണം ഇതൊരു സിനിമയാണ്, അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുക. Are you trying to say only Allah protects? Only Allah protects. क्या आपको अपना शौहर कबूल है? कबूल है. फातिमा, ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ശ്രദ്ധിക്കുക. This is a global agenda. हमारे एक्स चीफ मिनिस्टर ने बोला है कि अगले 20 साल में केरला इस्लामिक स्टेट बन जाएगा. एक सनसनीखेज घटना ने केरला की रूह तक को हिला दिया है. Just come back. You're not safe, Shalini. Please come back. ഈ സീനൊക്കെ ഇല്ലാത്തതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ സീന് നമ്മൾ വാട്സപ്പിൽ ഈ അഫ്ഗാനിൽ സിറിയയിൽ നിന്നുള്ള ചിത്രങ്ങൾ മെസ്സേജായിട്ട് പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിലൊരു വേറൊരു സീനുണ്ട്, ടാങ്കറിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആളുകളെ രക്ഷിച്ച് എടുക്കുന്നത്, അവരെ പിടിക്കുന്ന സീന്. അത് റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെയൊക്കെ ഉള്ള വാർത്തകൾ നമ്മൾ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള. അപ്പോൾ ഇതിൽ ഈ ഭാഗങ്ങൾ, അതായത് ഈ കൺവേർഷനും ആ ഭാഗമൊക്കെ അവരൊരു വിധം തട്ടിക്കൂട്ടി അങ്ങനെ ഒപ്പിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള കാര്യങ്ങൾ വളരെ റിയലായിട്ട് തന്നെ അതിനകത്ത് ചിത്രീകരിച്ചിട്ടുള്ളത്, ഓരോ കാര്യങ്ങളും. അതുകൊണ്ടാണ് ഞാനത് ഈ ട്രെയിലർ തന്നെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് സൂചന തരാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ ഓരോ സംഗതിയും നമുക്കത് വല്ലാതെ വിഷ്വൽസ് കാണിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല, അതുകൊണ്ട് വേറെ ഒന്നും വെക്കുന്നില്ല. ഓക്കെ, हम 48 गर्ल्स में से 7 क्रिश्चियन हैं, बाकी हिंदू हैं. मैं अकेली नहीं हूँ इस खेल में. मेरे जैसे हजारों लड़कियां हैं जो अपने घर से भागकर इस रेगिस्तान में दफन हो चुकी है. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത്. ജിഹാദ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് ഒരൊറ്റ മുസ്ലിം മാത്രമേ അവസാനം ബാക്കിയുള്ളൂ എന്ന് വിചാരിക്കാം, എന്നാൽ പോലും അവൻ്റെ മേലെ ജിഹാദ് നിർബന്ധമാണ് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് നമുക്കിങ്ങനെ ഏതാണ്ട് ചിത്രീകരിക്കാം. അതിനൊരു കാർട്ടൂൺ കറക്റ്റ് ആരോ വരച്ച് വെച്ചിട്ടുണ്ട്. അതാണ് അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതെത്ര മുസ്ലിങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ നമ്മളിവിടെ ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നൊരു വിഷയം. ഈ സിനിമയും വഴിവെക്കുന്നത് ഈ ഡീസെൻസിറ്റൈസേഷന് തന്നെയാണ്. അത് രണ്ട് രീതിയിലാണ്. ഒന്ന്, എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് കാണിച്ചുകൊണ്ട് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പെയിനും അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം കാണിച്ചുകൊണ്ട് അവർക്കൊരു ഭയം ഉണ്ടാക്കുക, അതിനോടൊരു ഇത് ശരിയല്ല ചെയ്യുന്നത്, ഇതിങ്ങനെയാണ് അവിടുത്തെ റിയൽ ലൈഫ്. കാരണം ഇവർ കേട്ടിട്ടുണ്ടാവുക ഇതൊന്നുമല്ല, നമ്മൾ ആ റിപ്പോർട്ട്സിൽ നമ്മൾ വായിച്ചു.
അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുഹമ്മദ് നബി ജീവിച്ച പോലെ ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു ഉട്ടോപ്പിയൻ ഒരു സ്വപ്നം വെച്ച് കൊടുത്തിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അത് അങ്ങനെയല്ല എന്നും അവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണെന്നും കാണിച്ചു കൊടുക്കാനുള്ളൊരു വഴി കൂടിയാണ് ഇത്തരത്തിലുള്ള സിനിമ എന്ന് പറയുന്നത്. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. അവർക്ക് അവിടെ പോയി നോക്കിയിട്ട് കണ്ട് ഇത് തീരുമാനിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. അപ്പോൾ പിന്നെയുള്ള വഴി എന്താണ്? അതിനാണ് സിനിമ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇവിടെ അനുവദിച്ചു കൊടുക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് മറ്റാരെങ്കിലുമൊക്കെ പറയുന്നു, ഇതിനെ വിമർശിക്കുന്നു, ഇസ്ലാം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ ആളുകൾ പറയുമ്പോൾ ഏതെങ്കിലും വിധേന ഇതിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, പതിയെ പതിയെ റാഡിക്കലൈസിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സെക്കൻഡ് വേർഷൻ അതിനകത്ത് കാണാനും അതിൻ്റെ ഭാഗമായിക്കൊണ്ടൊരു തിരിഞ്ഞൊരു നോട്ടം അവിടെ സാധിക്കുമെങ്കിൽ, അങ്ങനെ സാധിച്ചാൽ അവർ ഇത്തരം തീവ്രമായ ചിന്തകളിലേക്ക് പോകുന്നതിൽ നിന്ന് തടയപ്പെടും. അവരെ ഡീസെൻസിറ്റൈസ് ചെയ്യാൻ സാധിക്കും, അവരെ റാഡിക്കലൈസ് ചെയ്യാൻ പോലും സാധിക്കുമെന്ന് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് വലിയ റോളുണ്ട്. അവിടെയാണ് നമ്മളുടെ ആളുകൾ അത് കാണരുത് എന്ന് പറയുന്നത് മാത്രമല്ല, അത് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ കാണാൻ പോകുന്ന ആളുകളെ മുഴുവൻ ചാപ്പയടിച്ച് പിന്തിരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഒരു തേർഡ് റേറ്റ് പരിപാടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളൂ. അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെയാണ്. ഇനി ഞാനപ്പോൾ അവിടെ പറയുന്നു, അവസാനത്തെ ചോദ്യം, ഹൂ ഷുഡ് വാച്ച് എന്നുള്ളൊരു ചോദ്യം, ആരാണിത് കാണേണ്ടത് എന്നുള്ളൊരു ചോദ്യം. ഇതിൽ രണ്ട് കൂട്ടം ആളുകളുണ്ടല്ലോ നമ്മുടെ മുന്നിൽ. ഒന്ന് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, രണ്ട് മുസ്ലിങ്ങളല്ലാത്തുള്ള ആളുകൾ. ആ ഒരു ഡെഫിനിഷൻ തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറൈസേഷൻ. കാരണം അത് ഇസ്ലാമിൻ്റെ കാറ്റഗറൈസേഷനാണ്. അതായത് സത്യവിശ്വാസികളും അസത്യവിശ്വാസികൾ, അല്ലെങ്കിൽ എന്താണ് വിശ്വാസമില്ലാത്ത അവിശ്വാസികൾ, അല്ലെങ്കിൽ കാഫിർ എന്ന് പറയും, മുസ്ലിം ആൻഡ് കാഫിർ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ, ഇത്രയും എളുപ്പത്തിൽ വേറെ ആരും ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളും ഇത് കാണണം. ആദ്യം കാണേണ്ടത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങളാണ് ഈ സിനിമ ആദ്യം കാണേണ്ടത്. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ്. അവർക്കിത് അറിയണം എന്താണ് അവിടെ നടക്കുന്നത് എന്ന്. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്നു ആട് മേയ്ക്കാൻ പോകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ഈ ആട് മേയ്ക്കാൻ പോവുക എന്നുള്ളത് ഇവർക്ക് അറിയില്ല. അവരുടെ ധാരണ അത് നമ്മൾ ഉണ്ടാക്കി പറയുന്ന എന്തോ ഒരു ആളുകൾ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് ഇങ്ങനെ പറയുന്നൊരു സാധനമാണ് എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതല്ല, ആട് മേയ്ക്കാൻ പോകുന്നതിൻ്റെ ഒരു ഏകദേശ രൂപമാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഹറാമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് മുഹമ്മദ് നബി ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിലേക്കുള്ളൊരു തിരിഞ്ഞു നടത്തം. ഇതാണ് ആട് മേയ്ക്കാൻ പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ. അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട്, ദമ്മാജ് എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് കൂടുതൽ അത് പറയാറ്. അവിടെ ആട് തന്നെയാണ് അവർ മേയ്ക്കുന്നത്, അത് വെറുതെ പറയുന്നതല്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നൊരു കാര്യം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ, അവർക്കൊരു മറിച്ചൊരു ചിന്ത വരാൻ ഇതൊരു കാരണമാകും. ഡീസെൻസിറ്റൈസ് ചെയ്യപ്പെടാൻ ഇതിന് വഴിവെക്കാം, റാഡിക്കലൈസ് ചെയ്യപ്പെടാൻ അതിനും ഇത് വഴിവെക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് മുസ്ലിങ്ങൾ ഈ സിനിമ കാണണം, അത് നിങ്ങൾ ഒഴിവാക്കരുത്. അവിടെയാണ് നമ്മൾ ധ്രുവ് രാഠിയുടെ ആ വീഡിയോ ഒരു വലിയ ഡാമേജ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ധ്രുവ് രാഠി ആ വീഡിയോയുടെ കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവിടെ ചില ചോദ്യങ്ങൾ വെക്കുന്നുണ്ട്. ഹൗ ദേ ടോക്ഡ് ആൻഡ് ദെയർ ബിഹേവിയർ ചോദിക്കുകയാണ് ഈ ആളുകൾ. അതായത് മറ്റൊരു വീഡിയോ ഞാനിവിടെ അവസാനം പ്ലേ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കാണിച്ചിട്ട് പറയുകയാണ്, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു സംഭവം ഉണ്ടല്ലോ, ഇന്ത്യയിൽ നിന്നും ഇതേപോലെ അഫ്ഗാനിലേക്ക് റിക്രൂട്ട് ചെയ്ത് അവിടെ പോയി അവസാനം എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് കരയുന്ന കുറേ ജിഹാദി ഐസിസ് ബ്രൈഡ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ ആളുകളുടെ അവരുടെ ഒരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നത് എന്താണ്, അവർക്ക് തിരിച്ച് നാട്ടിൽ വരണം, എന്നിട്ട് യഥാർത്ഥ മുസ്ലിങ്ങളായിട്ട് ജീവിക്കണം എന്നവർ പറയുന്നു. അപ്പോൾ ധ്രുവ് രാഠി ചോദിക്കുന്നത് ഹൗ ദേ ടോക്ഡ് ആൻഡ് ദെയർ ബിഹേവിയർ, അത് അവർ പറയുന്നത് ഐ ക്യാൻ നെവർ സേ ദാറ്റ്. അതിൽ കാലിഫേറ്റ് വാസ് റോങ്, കാലിഫേറ്റ് തെറ്റാണെന്ന് അവർ അപ്പോഴും പറയുന്നില്ല, കാലിഫേറ്റ് ശരിയാണെന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ് ഹൗ ബ്രെയിൻ വാഷ്ഡ് ആൻഡ് റാഡിക്കലൈസ്ഡ് ദീസ് വിമൻ സ്റ്റിൽ ആർ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് അടുത്ത ചോദ്യം ഇതാണ്, ബട്ട് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ ഫിലിം ദ കേരള സ്റ്റോറി കോൺസ്റ്റൻ്റ്ലി ട്രൈസ് ടു ഇവോക്ക് സിമ്പത്തി. അതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിലെ ക്യാരക്ടർ അത് അവിടെ കീഴടങ്ങുന്നു, അവരുടെ മുന്നിൽ വന്ന് സംസാരിക്കുമ്പോൾ ദൈന്യതയാണ് അവിടെ പുറത്തേക്ക് വെക്കുന്നത്. എങ്ങനെയെങ്കിലും എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് വലിയൊരു തെറ്റ് പറ്റിപ്പോയി എന്നുള്ള രീതിയിൽ ഒരു പശ്ചാത്താപത്തിൻ്റെ ഒരു ചൊവ്വ. എന്നാൽ മറ്റേ ആളുകൾക്ക് അതില്ല എന്ന് പറയുന്നു. ദ ഹെൽപ്ലെസ്നെസ് ആൻഡ് ഇന്നസെൻസ് ഷോൺ ഇൻ ദ ഫിലിം
there's perhaps not even a glimpse of it in the videos of real life. അതായത് റിയൽ ലൈഫിൽ ആ സ്ത്രീകളെ ചിത്രീകരിക്കുന്ന സമയത്ത് അതില്ല, പക്ഷേ സിനിമയിൽ അതുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു. എന്നിട്ട് ധ്രുവരാട്ടി ഒരു കാര്യം പറയുന്നത്, ഐ വാണ്ട് ടു ആസ്ക് യു, വിൽ യു ഹാവ് സിമ്പതി ഫോർ ദീസ് റിയൽ ലൈഫ് വുമൻ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾ, ഈ പറയുന്ന ആളുകളോട് നിങ്ങൾക്കൊരു സിമ്പതി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു വെക്കുന്നു. എന്ന് വെച്ചാൽ ഓർ വിൽ യു കോൾ ദം ബ്രെയിൻ വാഷ്ഡ് ഇഡിയറ്റ്സ് എന്നാണ് ചോദിച്ചു വെക്കുന്നത്. ഓക്കെ, എന്നിട്ട് വുഡ് യു വാണ്ട് ദം ടു റിമെയിൻ ഇൻ അഫ്ഗാനിസ്ഥാൻസ് ജയിൽ? അടുത്ത ചോദ്യം. ഓർ വുഡ് യു വാണ്ട് ദ ഇന്ത്യൻ ഗവൺമെൻറ് ടു ബ്രിങ് ദം ബാക്ക് ടു ഇന്ത്യ? അടുത്ത ചോദ്യം. ഐ ലീവ് ദിസ് ക്വസ്റ്റ്യൻ ടു യു എന്ന് പറഞ്ഞ് അവിടെ നിർത്താണ്. എന്താണ് ഇതിൻ്റെ ഉത്തരം? കൊണ്ടുവരേണ്ട, അവരവിടെ ചത്തോട്ടെ. അതുതന്നെയാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞു വെക്കാനുള്ളത്. ഇതുവരെ പറഞ്ഞു കേട്ടത് അതാണ്. പക്ഷേ ഇതിൻ്റെ ഈ വാചകങ്ങളിലൂടെ പോയി കഴിയുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ബ്രെയിൻ വാഷ്ഡ് ഇഡിയറ്റ്സ്. അവർക്ക് സിമ്പതിയില്ല, അവർക്ക് ഒരു തരത്തിലുള്ളൊരു കുറ്റബോധം, റിമോഴ്സ് അവിടെ വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ പ്രശ്നം, അവിടെ ഒരു സാധനമാണ് അവിടെ സിഗ്നൽ ചെയ്യുന്നത്. അതായത് ഇസ്ലാം അല്ല അവിടുത്തെ പ്രശ്നം, ആ മുസ്ലിംസ് ആണ് എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഇതാണ് ഇതിലെ അപകടം എന്ന് പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിലെ ക്യാരക്ടർ ആയാലും ശരി, റിയൽ ലൈഫിൽ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സോണിയ സെബാസ്റ്റ്യനോ ആര് തന്നെ ആയാലും ശരി, അവരുടെ തലയിലേക്ക് ഒരു സാധനം കയറി, ഒരു വൈറസ് അങ്ങനെ കയറിയപ്പോഴാണ് ഈ പ്രശ്നമായത്. അവിടെ നമ്മളെന്താ പറയുന്നത്? ഇസ്ലാമാണ് പ്രശ്നം, മുസ്ലിം അല്ല എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ആ ഇസ്ലാം ആണ് പ്രശ്നമെന്ന് തിരിച്ചറിയാത്ത മുസ്ലിം അവിടെ ഒരു പ്രശ്നമാകും എന്നുള്ളതാണ്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള മുസ്ലിമിനെ പിടിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. എടാ മുസ്ലിമെ, ഇവിടെ വാ, നിൻ്റെ തലയിൽ ഇരിക്കുന്ന സാധനമാണ് പ്രശ്നമെന്ന് പറഞ്ഞു കൊടുത്ത് അവനത് തിരിച്ചറിയിച്ചു കൊടുക്കുക എന്നതാണ് നമ്മളുടെ ബാധ്യത. അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം എന്താണ്? നമ്മളിവിടെ പറയുന്നത് ഈ മതം ഇങ്ങനെ വരുന്നു, തീവ്രവാദം വരുന്നു, അതിൽ ആരെങ്കിലും പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മളെല്ലാവരും കുറ്റം പറയും. പക്ഷേ നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഒരാൾ ഈ മതത്തിൽ എത്തിപ്പെടുന്നത് എന്ന്? ഒരാളും സ്വയം തിരഞ്ഞെടുത്തിട്ടല്ല ഒരു മതത്തിലേക്ക് പോകുന്നത്. ജനിച്ച് വീഴുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മതത്തിലാണ് ജനിച്ച് വീഴുന്നത് ഇവിടെ തന്നെ. അപ്പോൾ ആരാണ് അതിൻ്റെ ഉത്തരവാദി? അത് ഇവിടുത്തെ സിസ്റ്റം തന്നെയാണ്. അപ്പം മതം രേഖപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്താ മതം രേഖപ്പെടുത്താത്തത് എന്ന് ചോദിച്ച് പിന്നാലെ നടക്കുന്ന ഒരു ഭരണകൂടം കൂടി ഉള്ളപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മതം അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കുകയാണ്. മുസ്ലിം ആവാം, ഹിന്ദു ആവാം, ക്രിസ്ത്യാനി ആവാം. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അതിൽ ഒരു മതം കുറച്ച് കുഴപ്പം പിടിച്ച സാധനമാണ് എന്ന് ഈ എഴുതി പിടിപ്പിക്കണമെന്നും അറിയില്ല, അത് നിർബന്ധിക്കുന്നവനും അറിയില്ല എന്ന് വരികയും പിന്നീട് അവൻ അതിൽ കൂടുതൽ പഠിക്കാൻ നിൽക്കുമ്പോൾ അത് വലിയ വലിയ പ്രശ്നമായി അവൻ ഒന്നെങ്കിൽ പൊട്ടും അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആകും എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് വരും. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ എൻഡ് പോയിന്റിൽ നിന്നിട്ട് പറയുന്നത് അത് മുസ്ലിമിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതൊരു അനീതിയാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ നമ്മൾ ഈ മതവിമർശനം പോപ്പുലർ ആക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാ. മതം ഒരാൾ അവൻ്റെ ഒരു സ്പിരിച്വൽ നീഡിന് വേണ്ടിയിട്ട് ഒരു ദൈവത്തെ കാണുന്നതോ അല്ലെങ്കിൽ അവൻ്റെ ഒരു പേഴ്സണൽ ഒരു കാര്യമായിട്ടൊരു മതത്തെ വെക്കുന്നതോ ഒന്നുമല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം ആ സംഗതികൾ ഒരു സോഷ്യൽ ഈവിളായിട്ട് മാറുന്നതാണ് നമ്മുടെ പ്രശ്നം. ആ സോഷ്യൽ ഈവിളായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിന് തുടക്കം വെച്ചത് ആരാണ്? അത് ഈ സൊസൈറ്റി തന്നെയാണെന്നാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് ഷമീമ ബീഗം ഇന്ന് ഈ ഇരവാദം ഇറക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ആ ഗവൺമെൻറ് പോലും ഉത്തരം മുട്ടിപ്പോകുന്നത് അതുകൊണ്ടാണ്. കാരണം ഷമീമ ബീഗത്തിന് അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാൻ കാരണം ആര് തന്നെയാണ്? ഈ തുടക്കം വെച്ച ആളുകൾ തന്നെയാണ്. അതിൽ ഗവൺമെൻറ്റിനും പങ്കുണ്ട്. അവിടെ ഈ ഇസ്ലാം പോലെയുള്ള മതങ്ങളെ മുന്നിൽ വരുമ്പോൾ മറ്റു മതങ്ങളെ മാറ്റി നിർത്തുന്നത് പോലെ അതിനെ കൃത്യമായ നിയമങ്ങൾ കൊണ്ട് ഒന്ന് വരിച്ച് ഇടാൻ പോലും അവർക്ക് സാധിക്കാതെയൊക്കെ പോകുമ്പോൾ ഇത് ശരിയാണെന്നുള്ള തോന്നൽ അവർക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നു. അതൊക്കെ തന്നെയാണ് ഇതിലേക്ക് വഴി വെച്ചത്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ പറയുന്നത് ധ്രുവരാട്ടിയെ പോലെയുള്ള ആളുകൾ കൂടി ഇതിനകത്ത് റിവ്യൂ ചെയ്തപ്പോൾ അന്ന് പറഞ്ഞു വെച്ചത് മുസ്ലിങ്ങളാണ് പ്രശ്നം, ഇസ്ലാം അല്ല എന്ന ധ്വനി തന്നെയാണ്. അതൊരു വലിയ അപകടമാണ്. മുസ്ലിമോഫോബിയ എന്ന് പറയുന്ന വിഷയത്തിലേക്കാണ് അത് പോകുന്നത്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനമല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഇസ്ലാമിനെയാണ് പേടിക്കേണ്ടത്. ഇസ്ലാമോഫോബിയ എന്നുള്ള വാക്ക് തെറ്റാണ്. ഇസ്ലാമോഫ്രൈറ്റ് എന്നാണ് നമ്മൾ പറയേണ്ടത്. നമുക്ക് വേണ്ടത് ഇസ്ലാമോഫ്രൈറ്റാണ്, നമുക്ക് വേണ്ടാത്തത് മുസ്ലിമോഫോബിയയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഒരു വ്യത്യാസം. അത് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ആളുകളിലേക്ക് UN-ൻ്റെയൊക്കെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നമ്മൾ നടത്തുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പറയുന്നതായിരിക്കും, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ആരാണിത് കാണേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ തന്നെയാണ്. ഇനി മറ്റൊരു
വശം കൂടി ഇതിൻ്റെ പറയുകയാണ്. ഈ സിനിമ കണ്ട ആളുകൾ അത് കുറിച്ച് പറയുമ്പോൾ, അതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തുമ്പോൾ ഉടനെ അവരെ വലിയ തോതിൽ കളിയാക്കുന്നൊരു സംഗതി, സംഘി എന്ന് വിളിക്കുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങൾ, അങ്ങനെ പെട്ടുപോയിട്ടുള്ളൊരു സംഗതിയാണ്. എൻ്റെ ഭർത്താവ് യഥാർത്ഥ ഇന്ത്യൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കേണ്ടി വന്ന ഒരു ഗതികേട്. ഒരു ദേവലീന ഭട്ടാചാര്യ എന്ന് പറയുന്ന ഒരു നടി, അവരുടെ ഭർത്താവ് മുസ്ലിമാണ്. ഉടനെ അവിടെ വലിയ ആരോപണം വന്നു, അവർ ലവ് ജിഹാദ് ആണ് എന്ന് പറഞ്ഞിട്ട്. അതായത് മതം മാറി 2 മതത്തിലുള്ള ആളുകൾ കല്യാണം കഴിച്ചാൽ അത് ഉടനെ ലവ് ജിഹാദ് ആവില്ല, അങ്ങനെ ഒരു സംഗതി വന്നു. അന്ന് അവർ വാർത്തയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതിലവർ പറയുന്നത് തൻ്റെ ഭർത്താവ് യഥാർത്ഥ ഇന്ത്യൻ മുസ്ലിമാണ്. നടി ദേവലീന ഭട്ടാചാര്യ ലവ് ജിഹാദ് എന്ന് വിളിച്ച് പരിഹസിച്ചവർക്കായിരുന്നു നടിയുടെ മറുപടി. വിവാദ ചിത്രം ദി കേരള സ്റ്റോറിയുടെ പശ്ചാത്തലത്തിലായിരുന്നു നടിക്കെതിരെയുള്ള വിമർശനം. താനും ഭർത്താവും നേരത്തെ തന്നെ ചിത്രം കണ്ടു എന്നും തങ്ങൾക്കിഷ്ടമായെന്നും ദേവോലീന ട്വീറ്റ് ചെയ്തു. ചിത്രം കാണാൻ ദേവോലീനയെയും ക്ഷണിക്കൂ എന്ന് കമൻറ്റിനായിരുന്നു നടിയുടെ മറുപടി. സിനിമ കാണാൻ എന്നെ ക്ഷണിക്കേണ്ട കാര്യമില്ല, ഞാനും എൻ്റെ ഭർത്താവും ചിത്രം കണ്ടു, ഞങ്ങൾക്ക് 2 പേർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. ഒരു യഥാർത്ഥ ഇന്ത്യൻ മുസ്ലിമിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം അങ്ങനെയുള്ള ആളാണ്. ശരിയും തെറ്റും തിരിച്ചറിയാനും തെറ്റായ കാര്യങ്ങൾക്കെതിരെ നിലപാടെടുക്കാൻ കഴിയുന്നവരിൽ ഒരാളാണ് എൻ്റെ ഭർത്താവ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആരാണ് ഒരു യഥാർത്ഥ ഇന്ത്യൻ മുസ്ലിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മതത്തെ ഉയർത്തിപ്പിടിക്കരുത്, അതുതന്നെയാണ് ഒന്നാമത്തെ കാര്യം. പകരം നിങ്ങൾ ജീവിക്കുന്ന ആ സാഹചര്യത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുള്ള മൂല്യങ്ങൾ, അത് കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ മൂല്യങ്ങളായിരിക്കണം. അതിനുശേഷം മാത്രമാണ് മതത്തിൻ്റെ നിയമങ്ങൾ വരാവൂ. അപ്പം നിങ്ങൾ മതത്തിൻ്റെ ഒരു നിയമം എടുക്കുന്നു, ഈ കോ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അവിടെ മുന്നിലേക്ക് വെക്കുന്നു. ഇതിൽ ഏതാണ് ഈ കോ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം അത് മുന്നോട്ടൊരു തീരുമാനം എടുക്കാൻ. ഇതിനെ ബാധിക്കുന്നതാണ് ഈ മതനിയമം എന്നുണ്ടെങ്കിൽ ഈ സാധനത്തിനെ ഒതുക്കി വെച്ച് ഇതിനെ പൊക്കി പിടിക്കുക എന്നതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള രീതി. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? നേരെ തിരിച്ച അങ്ങനെ കോ എക്സിസ്റ്റൻസ് എന്നൊക്കെ ഇവർ പറയും, പക്ഷെ അതല്ല, നമ്മൾ ദീനാണ് പൊക്കി പിടിക്കേണ്ടത്. ദീനാണ് മുഖ്യം എന്ന് പറയുന്ന ചില സാധനങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അതല്ല വേണ്ടത്. ഇവിടെ നമ്മൾ ഡെമോക്രസിയെക്കുറിച്ച് പറയുമ്പോൾ ഡെമോക്രസി ഇസ്ലാമിന് വിരുദ്ധമാണ്, പക്ഷേ നിങ്ങളത് പൊക്കി പിടിക്കേണ്ടി വരുന്നു. ഗതികേട് കൊണ്ടാണെന്നാണല്ലോ നമ്മൾ സിമി ഇവിടെ പറഞ്ഞു നടന്നത്, അങ്ങനെയാണല്ലോ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ പറഞ്ഞു നടക്കുന്നത്, അതുകൊണ്ടാണല്ലോ അവരിന്നിപ്പോൾ അവിടെ ഉണ്ടയും തിന്ന് കിടക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയാം. അതേപോലെ പല കാര്യങ്ങൾ, യൂണിഫോം സിവിൽ കോഡിനെ വരുമ്പോൾ അത് ഇസ്ലാമിനകത്ത് തന്നെയുള്ള സ്ത്രീകളും പുരുഷന്മാരുടെയും കോ എക്സിസ്റ്റൻസിനെയാണ് അത് അവിടെ ബാധിക്കുന്നത്. അവിടെ നിങ്ങൾ പറയുന്നത് എന്താണ്? സ്ത്രീക്ക് പുരുഷൻ്റെ പകുതി മതി എന്ന നിലപാടാണ് നിങ്ങളവിടെ എടുക്കുന്നത്. അത് തെറ്റാണ്. അവിടെ നിങ്ങളത് മാറ്റിവെക്കാൻ തയ്യാറാകണം. അതാണ് അവിടെ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഓരോ വിഷയവും നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഓരോ കാര്യങ്ങളും അതിനകത്തൊരു പ്രായോഗികമായിട്ടുള്ള നിലപാടെടുത്ത് പോകുന്ന ആളുകൾ, അവരെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നല്ല മുസ്ലിം എന്ന് നമ്മൾ വിളിക്കേണ്ടത്. അങ്ങനെ എത്ര മുസ്ലിങ്ങൾ നല്ല മുസ്ലിമാണെന്ന് സ്വയം ചോദിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭർത്താവ് ഷാനവാസ് ഷെയ്ഖിനോടൊപ്പം ദി കേരള സ്റ്റോറി കാണാൻ പോയതിനെക്കുറിച്ച് നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. എൻ്റെ ഭർത്താവ് ഒരു മുസ്ലിമാണ്, അദ്ദേഹം എന്നോടൊപ്പം കേരള സ്റ്റോറി കാണാൻ വന്നു, സിനിമയെ അഭിനന്ദിച്ചു, ചിത്രത്തെ വിമർശിക്കുകയോ അത് തൻ്റെ മതത്തിനെതിരാണെന്നോ അദ്ദേഹത്തിന് തോന്നിയില്ല. അങ്ങനെയായിരിക്കണം ഓരോ ഇന്ത്യക്കാരനും എന്ന് പറഞ്ഞിട്ട് നടി ട്വീറ്റ് ചെയ്തു. ഇനി കോടതി, ഇത് വലിയ പ്രശ്നമായല്ലോ, ഇത് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് കോടതി എന്താ പറഞ്ഞത്? ദ കേരള സ്റ്റോറി ഈസ് നോട്ട് എഗെയിൻസ്റ്റ് ഇസ്ലാം ബട്ട് അബൌട്ട് ഐസിസ് എന്നാണ് പറഞ്ഞത്. അവിടെ കോടതിക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഈസ് നോട്ട് എഗെയിൻസ്റ്റ് മുസ്ലിം എന്നാണ് അവിടെ വെക്കേണ്ടിയിരുന്നത്, പക്ഷേ അബൌട്ട് ഐസിസ് എന്നാണ് പറഞ്ഞത്. എന്തായാലും പോട്ടെ, അങ്ങനെയും പറഞ്ഞല്ലോ, അത് വലിയ കാര്യമാണ്. ദ ഹൈക്കോർട്ട് അങ്ങനെ അവിടെ ഒരു തീരുമാനം എടുത്തു, അതിനെ ബാൻ ചെയ്യില്ല എന്ന് പറയുന്നൊരു നിലപാട് അവിടെ എടുത്തു. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് സിനിമ കാണാൻ കഴിയുന്നത്. വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാട് തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങൾ ഏറ്റവും ഒടുവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്, ഇത് ഇസ്ലാമിനെതിരോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരോ ആണെന്ന് പോലും നിങ്ങൾ ചിന്തിക്കണം. ഇത് ഐസിസിനെയാണ് അവിടെ കാണിക്കുന്നത്. ഐസിസ് എങ്ങനെയാണ് ആളുകളെ അവരുടെ പാളയത്തിലേക്ക് എത്തിക്കുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ളൊരു ചിത്രമാണ് ഈ സിനിമ. അത് നിങ്ങൾ കാണേണ്ടത് ആ ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, ഇതിൽ പറഞ്ഞ കേരളത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് ഞാൻ അങ്ങ് അംഗീകരിക്കുകയാണ്. എന്നാൽ പിന്നെ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു സാധനമാണ് ദ കാലിഫേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അത് നമുക്ക് അതിൻ്റെ ട്രെയിലർ ഒന്ന് കാണാം. ഇന്ന് ഏതായാലും ട്രെയിലർ മഴയാണ്. I got a phone call yesterday from Pervin. I hadn't heard from her since she ran off to Syria. She said they're preparing an attack on Sweden. نعم مجاهدنا بالسويد بيشغل وبيجي مع الناس ديالنا. Are you Muslim? Absolutely. I mean a believer. Yeah.
was sent by God to you. It is He who step by step will lead you to God's path and help you become martyrs. You must get me out of here. I can't let my baby live here anymore. We're going to die. You have to work for me. You saying you want me to spy for you? I need something to work with. Are you talking to the police in Sweden? How much do they know? لا تنتظري، تعالي التجئي إلى الدولة الإسلامية. Listen, this Waka thing is fake. They fooled us. These things happen. Everything she's told me is true. I'm sure of it. I'm going to die. I'm going to die. കാലിഫേറ്റ്. ഓക്കെ, ഒന്ന് കാണുന്നതല്ലായിരിക്കും. അപ്പോൾ ഈ കേരള സ്റ്റോറി കാണുന്ന പോലെയുള്ള കേരളത്തെ കണ്ടിട്ടൊക്കെ ഉള്ള വിഷമം ഉള്ള ആളുകൾക്ക് അത് ഒഴിവാക്കും. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഡ്രാമ പറ്റില്ല, അതൊക്കെ കറക്റ്റ് സാധനങ്ങളാണ് വേണ്ടത് എന്നൊരു നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊരു സാധനം കൂടി ഇവിടെ ഉണ്ട്, അതൊന്ന് കണ്ടേക്കും. ഇത് ഇവരുടെ ഒരു റിയൽ ലൈഫ് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അതിൻ്റെ ജസ്റ്റ് ഒരു പോർഷൻ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇത് നിങ്ങളൊന്ന് ഖൊറസാൻ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊന്ന് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. നമ്മളുടെ ഈ ആളുകളുടെ ഒരു ഇൻ്റർവ്യൂ, അത് നിങ്ങൾക്ക് കാണാം. This is the story of some of the 60 Indians who joined the most brutal terror group the modern world has known. Why they chose to go, how they reached Afghanistan, and what happened to them in some of their own voices. The reason we moved was to live an Islamic life and under a caliphate. Under a caliphate, okay. So, but once we reached there, many of our expectations were not met. In Daesh, the widows and the orphans, they will be taken care of, and money will be provided for them. Malayalis. मुझे इधर पंजाबी उन्होंने कहा इधर हाँ पाकिस्तान ने कहा सबको 5,000 देनी है, आपका तो 5,000 है, मेरे हाथ पे दिया. ഇത് ഇന്ത്യൻ ഏജൻസീസ് അവിടെ നിന്ന് ഇന്ററോഗേറ്റ് ചെയ്തതാണ്. कि कोई अच्छा तरतीब होगा, सेफ के लिए किसी जगह हमें करेगा, फिर थोड़ा सेफ होगा, फिर वापस करेगा, ऐसे कुछ सोच के. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ വരച്ചിങ്ങനെ പോണത്. ഈ നമ്മളുടെ ഈ സിനിമയിൽ കേരള സ്റ്റോറിയിൽ ഈ പോക്ക് അവിടെ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയെ കുറ്റം പറയുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പോക്ക് ഇങ്ങനെ കാണിക്കുന്നതിന് പകരം ഇങ്ങനെ വരച്ച് കാണിച്ചാൽ മതിയോ എന്നുള്ളതാണ്. നമ്മൾ ഈ സിനിമാ നിരൂപണം നടത്തുന്ന ആളുകളുടെ ഒരു നിലവാരം പോലും നമുക്ക് മനസ്സിലായി ഇതിനെ അവർ നിരൂപിച്ചപ്പോൾ. കാരണം അവരെ എന്താ പറയുക, ഇങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ അവർക്ക് സംഗീച്ചാപ്പ കിട്ടുമോ എന്ന് ഇങ്ങനെ കഴുത്ത് കത്തിക്ക് വെച്ച് മര്യാദയ്ക്ക് ഇങ്ങനെ ചെയ്തോ, ഇങ്ങനെ നിരൂപിച്ച പോലെയാണ് നമുക്ക് തോന്നിയത്. ഇല്ലെങ്കിൽ ഞാൻ സംഗീതം വിളിക്കും, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ചെയ്തോ എന്ന് പറയുന്നൊരു രീതി, ഇതാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇതിനകത്ത് പിക്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അത് ആ ഡയറക്ടർക്ക് വിട്ടുകൊടുക്കുക, അതാ വേണ്ടത്. അത് ശരിയോ തെറ്റോ, അത് നന്നായോ നന്നായില്ലേ, അത് നമുക്ക് വിലയിരുത്താം. ഇവിടെ അതുപോലുമല്ല കാണുന്നതെന്നുള്ളതെന്ന് പറയാണ്. ഓക്കെ, വരച്ചു. The Indians took 3 routes through the UAE, Oman and Iran to their final destination. The Afpak border in Momandara, Nangarhar province. എവിടുന്നാ പോയെന്ന് നോക്കിയേ, കേരള. ഓക്കെ, നമ്മൾ അബ്ദുൾ റാഷിദ്. I'm Sonia Sebastian. My husband's name is Abdul Rashid Abdullah. I have one daughter. ആളറിയാലോ. Her name is. And I came to Khorasan in the year 2016. I had accompanied my husband, and once we reached here, many things we saw were not up to our expectations. ഇപ്പോൾ ഇവിടെ ഒരു കമൻറ്റ് ശ്രദ്ധയപ്പെട്ടുകൊണ്ടോ ഒന്ന് പോസ്റ്റ് ചെയ്യണം. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഇഫ് യു വാണ്ട് ടു ലീവ് എ ഹാപ്പി ലൈഫ് എംബ്രേസ് ഇസ്ലാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ശ്വാസത്തിലും ഇതുപോലെ മതം പ്രസരിപ്പിക്കുന്ന ഒരു ജാതി
കൂട്ടർ. എല്ലാ മതക്കാരും ചെയ്യാറുണ്ട്, പക്ഷേ ഇത് ഒരു പ്രത്യേക രീതിയിലാണിത് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ നിമിഷവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആരാ ചെയ്യാന്ന് പോലും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ക്രിസ്ത്യാനിയുടെ ഒരു കാര്യമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കാണാം, ഒന്നെങ്കിൽ പള്ളിയിലച്ഛൻ അല്ലെങ്കിൽ ഏതെങ്കിലും പെന്തക്കോസ്തുകാർ അവർ വന്ന് പറയും എന്നൊരു മുൻ വിധി നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ ഇപ്പോൾ ഹിന്ദു മതത്തിൻ്റെ ആണെന്നെ ആരും വന്നിട്ട് അങ്ങനെ പറയാറില്ല. അവർക്ക് അവരുടെ മതത്തെക്കുറിച്ച് അവർക്ക് തന്നെ അങ്ങനെ പറയാനൊരു വലിയ പിടിയുണ്ടാവാറില്ല. ഒന്നാമത്തെ കാര്യം പറയുന്നവർ തന്നെ വലിയ കുറവാണ്. എന്നാൽ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരാണ് ഈ മതത്തെക്കുറിച്ച് പൊക്കിയടിക്കുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും കഴിയില്ല എന്നുള്ളത്. ഇവിടെ എത്ര കമൻസാണ് വന്ന് കിടക്കണേ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്ന് തെളിവ് ഇവിടെ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. We came here expecting an Islamic life, to live under Islamic law, but many things were not up to our expectations, be it the salah in the masjid and different things. So this was kind of a disappointment, and so I'm assuming many people who want to come are coming with the same expectations, but that is not what the reality is. Not the point. So I would suggest everybody to rethink their decision and think carefully before doing anything. കേട്ടല്ലോ. നിങ്ങളിൽ പല ആളുകളും ഇതേപോലെ ഇവിടെ വരാൻ വേണ്ടി വിചാരിക്കുന്നുണ്ടാവും. അത് ചെയ്യരുത്. യു ഹാവ് ടു റീതിങ്ക് ആൻഡ് തിങ്ക് കെയർഫുള്ളി ബിഫോർ കമ്മിങ് ടു ദിസ് പ്ലേസ്. നിങ്ങളിവിടെ വന്നിട്ട് നബി ജീവിച്ച പോലെ ജീവിക്കാം, ഇങ്ങനെ ഒരു 100% ഇസ്ലാമിക് ലൈഫ് ജീവിക്കാം എന്ന് വിചാരിച്ചാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ അതല്ല ഇവിടെ സംഭവിക്കുക എന്ന് സോണിയ സെബാസ്റ്റ്യൻ ഇതുപോലെ ഒരു മറ്റേ ഹൂറികളോടൊപ്പം ഇപ്പോൾ ഒടിയാത്ത ലിംഗവുമായിട്ട് തത്തിക്കളിക്കുന്ന ഒരു ജിഹാദിയുടെ ഭാര്യ ഇരുന്നിട്ട് പറയുന്നതാണ് നിങ്ങളിവിടെ കേട്ടത്. ഇത് തന്നെയാണ്, അതായത് ഇവരുടെ ഉള്ളിലൂടെ പോകുന്നത് ഒരു റിമോഴ്സ്, ഒരു റീതിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഗതി തന്നെയാണ്. എക്സെപ്റ്റ് അവർ ആ മതത്തിൽ നിന്ന് പുറത്ത് കിടന്നിട്ടില്ല. ഈ സാധനത്തിനെയാണ് നമ്മളുടെ ദ്രൗരാട്ടി എടുത്തു വെച്ചിട്ട് ഇവർക്ക് അങ്ങനെ ഒരു കുറ്റബോധമേ ഇല്ല, അവർ ഇപ്പോഴും ഈ ബ്രെയിൻ വാഷ്ഡ് ഇഡിയറ്റ്സ് ആണോ എന്ന ചോദ്യം വെച്ച് ഇവിടെ ഒരു ഡോഗ് വിസിലിംഗ് നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഇവരുടെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ചില മുസ്ലിങ്ങളാണ് പ്രശ്നം, ഇസ്ലാമിനല്ല കുഴപ്പം എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്. അതിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇടതന്മാർ, കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകിച്ചും ചെയ്തു കൂട്ടുന്ന പരിപാടിയാണ്. ഇത് നിർത്തുക. ഇതാണ് ഇവിടെ കാണുന്നത്. ഇവർക്ക് വേണ്ട ഒരു മോറൽ സപ്പോർട്ട്, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ, ഇതൊരു മെൻ്റൽ ഡിസീസായിട്ട് കണ്ടിട്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനമാണ് ലോകം ഇനി കണ്ടുപിടിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ അത് നടക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പറയേണ്ടി വരുന്നത് അവരവിടെ തന്നെ കഴിഞ്ഞോട്ടെ എന്ന് പറയേണ്ടി വരുന്നത്. കാരണം എന്താണ്, ഇവർ നാട്ടിലേക്ക് എത്തിയാൽ ഇവരെ പൊതിയാൻ പോകുന്നത് ഇവിടുത്തെ വോക്കുകളാണ് എന്നതുകൊണ്ട് തന്നെ ഇവർ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നം. മഅദനിയെ പോലും നമുക്ക് ജയിലിൽ തന്നെ കിടന്നോട്ടെ എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. കാരണം എന്താ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്താ ചെയ്തത്? മഅദനിയെ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കടപ്പുറത്ത് പോയി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവരോടൊപ്പം വേദി പങ്കിട്ട് അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നത് ആരോടൊപ്പമാണ്? ഭീകരവാദ പ്രവർത്തനത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന, ബോംബ് പൊട്ടിച്ചു അതിനുവേണ്ടി നടന്നു എന്ന് പറയുന്ന ആൾ, അയാളെയാണ് കൂട്ടുപിടിച്ചിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അതായത് ഭീകരവാദികളോടൊപ്പം നിലകൊള്ളുക, അത് പ്രവൃത്തികൾ കേസ് ചാർജ് ചെയ്യപ്പെട്ട ആളുകളോടൊപ്പം, കുറ്റവാളികൾ എന്ന രീതിയിൽ കാണുന്ന ആളുകളോടൊപ്പം പോലും നിൽക്കുന്ന കാഴ്ച, ഇതാണ് നമ്മളിവിടെ കണ്ടുവരുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ എന്തോ അവർ ജയിപ്പിച്ചാൽ അവിടെ സെക്യുലറിസം ഉണ്ടാക്കും, മലമറിക്കുന്നു പറഞ്ഞത്. നിങ്ങളെ സെക്യുലറിസം നമ്മൾ കണ്ടു. നിങ്ങളെ സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും പച്ച പെയിൻ്റ് അടിക്കുന്ന പരിപാടിയാണെന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ ആ ഏർപ്പാട് നമുക്ക് അറിയണമുണ്ട്. അതുമായിട്ട് ഈ വഴിക്ക് വരേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും വളരെ നീണ്ട ഒരു വിശദീകരണമാണ് ഇന്ന് തന്നത്. കാരണം ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നീണ്ടുപോയിട്ടുണ്ട് എന്നെനിക്കറിയാം. വേറെ വഴിയിലായിട്ടാണ്. നിങ്ങൾ സ്പീഡ് കൂട്ടി കാണുക. 2x കണ്ടിട്ട് ഒന്ന് കുറച്ച് 1.75x ഇട്ടാൽ കുറച്ചൊരു സുഖത്തിൽ കേൾക്കാം. അങ്ങനെ ഒരു ടെക്നീക്ക് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിനി കൂടുതൽ ഒന്നും പറഞ്ഞ് നീട്ടുന്നില്ല. നാളെ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രി. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ വീഡിയോ ലൈക്ക്, ഷെയർ, അതുപോലെ കമൻറ്റ് യുദ്ധം മറന്നു പോകണ്ട. പിന്നെ മെമ്പർഷിപ്പ് ഓപ്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുകൂടാതെ മറ്റ് കാര്യങ്ങൾക്കുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം
ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഇനി അടുത്ത ദിവസം ഈ കേരള സ്റ്റോറി Z5 കണ്ടിട്ട് വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ ഈ പറഞ്ഞതിലുള്ള പ്രത്യേകതകളോ കുറവുകളോ കുറ്റങ്ങളോ ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നതൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. വേണമെങ്കിൽ നമുക്ക് ഈ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഒരു ഇൻറ്ററാക്ഷൻ തന്നെ വെക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്കൊരു നിരൂപണം, ഒരു ആത്മനിരൂപണം എന്നോണം നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. ബാക്കി അടുത്ത ദിവസം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.